ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാവതാരമാണ് എൻ്റെ വിഷയം. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണാവതാരം വരുന്നത്. ഓരോ സ്കന്ധത്തിനും ഓരോരോ ലക്ഷണങ്ങൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധം എന്നതാണ്. നിരോധം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പലതിലേക്കും നമ്മളെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലേക്കും പോകുന്ന നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക്, ആ മനസ്സിനെ നിരോധിച്ച് എങ്ങോട്ടേക്കാവണം? ഭഗവാനിലേക്ക് തിരിയണം. അതാണ് നിരോധം. നിരോധിച്ചിട്ട് എങ്ങോട്ടാവണം? ഭഗവാനിലേക്ക് എത്തും കൂടിയും വേണം. അപ്പം നദിയിലുള്ള ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലമാണ്. ഈ ഒഴുകുന്ന ജലത്തെ എന്തു ചെയ്യും? അണകളൊക്കെ കെട്ടി നിരോധിക്കും. നിരോധിച്ച് കൃഷിക്കൊക്കെ ആയിട്ട് ഓരോരോ ഭാഗങ്ങളിലേക്കായി വഴി തിരിച്ചു വിടുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് വഴി തിരിച്ചു വിടുക. ഭഗവാനിലേക്ക് വഴി തിരിച്ചു വിടണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ കഥകൾ മനസ്സിലാക്കണം. രസകരങ്ങളായ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴാണ് നമ്മളെ മനസ്സ് എവിടേക്ക് എത്തുന്നത്? ഭഗവാനിലേക്ക് എത്തുന്നത്. അതാണല്ലോ കഥയമമ്മ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. ഭഗവാന്റെ കഥകളെ പറയൂ. കാകുൽസ്ഥന്റെ ലീലകൾ കേട്ടാൽ മതിയാവുമോ? മതിയാവില്ല. മതിയാവാത്ത, അത്രയ്ക്കും മനസ്സിന് സന്തുഷ്ടമാക്കുന്ന, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, ചെവിക്കും സന്തോഷം നൽകുന്ന ആ കഥകൾ കേൾക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് എത്തും. അതിന് ഏറ്റവും നല്ലതെന്താണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണത്തിനനുസരിച്ച് തന്നെ കൃഷ്ണകഥയെ ഈ സ്കന്ധത്തിൽ ചേർത്തത്. നിരോധം എന്ന ലക്ഷണത്തിനെ പാകപ്പെടുത്താൻ ഏറ്റവും നല്ലതെന്താണ്? കൃഷ്ണകഥ കേൾക്കലാണ്. ആ ദശമസ്കന്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെയാണ്, തുടക്കത്തിൽ തന്നെയാണ് കൃഷ്ണാവതാരം എന്ന ഭാഗം വരുന്നത്. തൊട്ട് മുൻപുള്ള സ്കന്ധത്തിൽ അനവധി രാജാക്കന്മാരുടെ കഥകളൊക്കെ പറഞ്ഞു. കഥകൾ എന്ന് പറഞ്ഞാൽ പോലെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. രാമായണം ഒരു കഥയല്ല, രാമായണമൊക്കെ ഒരു ചരിത്രം തന്നെയാണ്. ഇങ്ങനെ ഹൃദയസ്പൃക്കായ അനവധി ചരിത്രങ്ങളെ പറഞ്ഞു. ചില രാജാക്കന്മാരുടെ കഥകളിലൂടെ അവരെ പോലെ ആവണം എന്നും, ചിലരുടെ കഥ കേട്ടാലോ അങ്ങനെ ആവരുത് എന്നും പഠിപ്പിക്കാനായിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് യയാതിയുടെ കഥ, യയാതിയുടെ പുത്രന്മാരായിട്ട് യദു, തുർവസു, ദ്രുഹ്യു, അനു, പൂരു തുടങ്ങിയ പുത്രന്മാരുണ്ടായി എന്നുള്ള വിഷയം, അതിൽ പൂരുവിൻ്റെ വംശം വിസ്തരിച്ച് വർണ്ണിച്ചു. ആ പൗരവംശത്തിലാണ് ദുഷ്യന്തൻ മുതലായ രാജാക്കന്മാരൊക്കെ ഉണ്ടായത്. അവരുടെ വംശത്തിലാണ് ധൃതരാഷ്ട്രർ, പാണ്ഡു, അങ്ങനെ പാണ്ഡവർ, കൗരവർ, ഇവരെല്ലാവരും പൗരവംശത്തിലാണ് ഉണ്ടായത്. ശരിക്കും കൗരവർ എന്ന് പറഞ്ഞാൽ പിന്നെ പാണ്ഡവർ അതിൽ അന്തർഭവിച്ചു. വേറെ പാണ്ഡവർ എന്ന് പറയേണ്ട ആവശ്യമില്ല. കൗരവർ എന്ന് പറഞ്ഞാൽ കുരുവിൻ്റെ വംശത്തിൽപ്പെട്ടവർ എന്നാണ് അർത്ഥം. കുരു എന്ന് പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വംശത്തിൽപ്പെട്ടവരാണ് പാണ്ഡവരും കൗരവരും. ശരിക്കും പാണ്ഡവന്മാരും ശരിക്കും ആരാണ്? കൗരവന്മാർ തന്നെയാണ്. ഇപ്പം കൗരവന്മാരെ വിശേഷിപ്പിക്കാൻ യോജിച്ച പദം ശരിക്കും എന്താണ്? ധാർത്തരാഷ്ട്രന്മാർ എന്നുള്ള പദമാണ് കൂടുതൽ യോജിക്കുക. കൗരവർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ യോജിക്കുന്ന പദം ധാർത്തരാഷ്ട്രം എന്നുള്ള പദമാണ്. അങ്ങനെ ആ പൗരവംശം വിസ്തരിച്ച് വർണ്ണിച്ചു. പിന്നെ യയാതിയുടെ വേറൊരു പുത്രനാണ് യദു. ആദ്യത്തെ മകൻ ശരിക്കും യദുവാണ്. അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് അധികാരം കിട്ടിയതാർക്കാണ്? ഇളയ മകനായ പൂരുവിനാണ്. യദുവിൻ്റെ വംശം അങ്ങനെ വർണ്ണിച്ചു വരുന്ന സമയത്ത് ആ യാദവന്മാരിൽ തന്നെ ശൂരസേനന്മാർ, വൃഷ്ണികൾ, ഇങ്ങനെ പല പല വിഭാഗങ്ങളുമുണ്ട്. അതൊക്കെ വർണ്ണിച്ചു. അങ്ങനെ വർണ്ണിച്ച് ശൂരൻ്റെ മകനാണ് ശൗരി. ആര്? വസുദേവർ. ഈ വസുദേവർ, അദ്ദേഹത്തിന് 8 ഭാര്യമാരുണ്ട്. 8 അല്ല 18ഓളം ഭാര്യമാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യമാരാണ് ശാന്തിദേവ, ശ്രീദേവ, ഉപദേവ, ദേവരക്ഷിത, ദേവകി തുടങ്ങിയവർ.
അത് ദേവകിക്ക് 8 പുത്രന്മാരുണ്ടായിരുന്നു എന്നും 8ാമത്തെ പുത്രനായി ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു എന്നും ആ ഭഗവാന്റെ കഥകൾ അത്ഭുതം നിറഞ്ഞതാണ് എന്നും ആരാണോ ഈ കഥകൾ കേൾക്കുന്നു അവരുടെ ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളും നീങ്ങും എന്നും നിർലോകം രമയാമാസ മൂർത്തിയാ സർവാംഗരമ്യയാ തൻ്റെ മനോഹരങ്ങളായ ആ രൂപങ്ങളെ കൊണ്ടും തൻ്റെ അത്ഭുതങ്ങളായ പ്രവൃത്തികളെ കൊണ്ടും ഭഗവാൻ 3 ലോകങ്ങളെയും സന്തോഷിപ്പിച്ചു എന്നും ഇങ്ങനെ ചുരുക്കം കൊണ്ട് ഭഗവാന്റെ കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. തന്നെ ഒരു ശ്ലോകത്തിൽ അതിമനോഹരമായിട്ടാണ് ഭഗവാന്റെ ആ വർണ്ണന നടത്തിയത്. യസ്യാനനം മകരകുണ്ടല ചാരുകർണഭ്രാജൽ കപോലസുഭഗം സവിലാസഹാസം നിത്യോത്സവം നതൃശിഭിപ്പിപന്ത്യോ നാര്യോ നരാശ്ച മുദിതാഃ കുപിതാ നിമേശ്ച. ഭഗവാന്റെ ആ മനോഹരങ്ങളായ ആ രൂപം കാണുന്ന സമയത്ത് നാരായണീയത്തിലൊക്കെ മേൽപ്പത്തിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ, സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ നകസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അങ്ങനെയുള്ള രൂപല്യ, യഥാർത്ഥത്തിൽ രൂപല്യാത്ത ആ ഭഗവാൻ ത്രിഭുവനങ്ങളെ മുഴുവൻ മോഹിപ്പിക്കുന്ന രൂപത്തെ സ്വീകരിച്ചും കൊണ്ട്, സ്വന്തം മായ കൊണ്ട് സ്വീകരിച്ചും കൊണ്ടാണ് കൃഷ്ണനായി വന്നത്. ആ രൂപത്തെ കാണുന്ന സമയത്ത് ആബാലവൃദ്ധജനങ്ങളും കണ്ണ് ചിമ്മാൻ തന്നെ മറന്നു പോവാറുണ്ടായിരുന്നു. അഥവാ കണ്ണ് ചിമ്മിയാലോ അവർ നിമിയോട് കോപിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതായത് പുരാണത്തിന്റെ അഭിപ്രായത്തിൽ കണ്ണടയ്ക്കാൻ കാരണം നിമി കണ്ണിന്റെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ടാകുന്നു എന്നാണ്. അങ്ങനെ ആ കണ്ണ് ചിമ്മിപ്പോണത് അതുകൊണ്ടാണ് കണ്ണിന്റെ പര്യായമായിട്ട് നിമിഷം എന്നുള്ള പേര് സംസ്കൃതത്തിൽ ഉണ്ടായത്. നിമി ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്ന സമയത്ത് കണ്ണ് ചിമ്മണ്ടി വരാൻ കാരണം എന്താണ്? ഈ നിമി കണ്ണിന്റെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ഭഗവാനെ കാണിപ്പിക്കാതിരിക്കല്ലേ ഈ നിമി ചെയ്യുന്നത്, അല്പസമയം തന്നെങ്കിലും. ആ ഒരു കാരണം കൊണ്ട് തന്നെ അന്നത്തെ ആളുകള്, ജനങ്ങളെല്ലാവരും തന്നെ നിമിയോട് കോപിക്കാറുണ്ടായിരുന്നു. എടാ കള്ള, നീ ഇവിടെ ഇരിക്കുന്നോണ്ടല്ലേ ബുദ്ധിമുട്ടാക്കി ആയത് എന്ന് ചോദിച്ചും കൊണ്ട് നിമിയോട് കോപിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെ 3 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ ഉദ്ധവരെ മുൻനിർത്തിക്കൊണ്ട് മഹത്തായ വേദാന്ത തത്വങ്ങൾക്ക് ഉപദേശിച്ചു. അർജുനനായും കൊണ്ട് ഗീതയെ ഉപദേശിച്ചു. ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് 3 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവത് കഥകളൊക്കെ ചുരുക്കി പറഞ്ഞ് ആ നവമസ്കന്ധം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് ഇനി കൃഷ്ണന്റെ കഥ പറയില്ല എന്ന് രാജാവിനെ തോന്നി, പരീക്ഷിത് രാജാവിനെ തോന്നി. അപ്പം പരീക്ഷിത് രാജാവ് പറഞ്ഞു, അങ്ങ് ഈ പറഞ്ഞ കഥകളൊക്കെ വളരെ ശ്രേഷ്ഠം തന്നെ. കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ, സോമസൂര്യ വംശങ്ങളുടെ കഥകളൊക്കെ വളരെ നല്ലത് തന്നെ. അതൊക്കെ ഞാൻ കേട്ടു. ഇതെല്ലാം കേട്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കഴിഞ്ഞാൽ ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ വിസ്തരിക്കുമല്ലോ, ഭഗവാന്റെ കഥ വിസ്തരിച്ച് പറയല്ലോ, അത് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം കാത്തിരുന്നത്. കാരണം ഭഗവാന്റെ കഥ കേട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കേട്ടിരുന്നതാ കാര്യം? അതായപ്പോഴേക്കും അങ്ങെന്ത് ചെയ്തു, വേഗം പറഞ്ഞു പോയി. ഇത് കേൾക്കാനായി ഇരിക്കുന്നത്, കാത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല എനിക്ക് വേണ്ടത്, ഭഗവാന്റെ കഥ കേൾക്കണം, അത് വിചാരിച്ചിരിക്കുകയാണ്. പണ്ട് ഒരു നായ ഇങ്ങനെ വിശന്നിങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പോയി ഒരു ബക്കറ്റ് കണ്ടു, അതിൽ നിറയെ വെള്ളമുണ്ട്. ആ വെള്ളത്തിന് താഴെ കുറച്ച് വറ്റുമുണ്ട്. നായ എന്ത് വിചാരിച്ചു, ഈ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ താഴത്തുള്ള വറ്റെടുക്കാലോ, വറ്റ് കഴിക്കാലോ. ഇങ്ങനെ വിചാരിച്ച് നായ എന്ത് ചെയ്തു, വെള്ളം മുഴുവൻ കുടിച്ചു. അവസാനം വറ്റ് കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ ആരോ നായനെ കണ്ടു, കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു. നായ ഒരു ശ്ലോകം ചൊല്ലിയെന്നാണ്, ആഴക്കുവറ്റടിയിലുള്ളതിൽ ആശ വെച്ച് 7-8 ജലം വെറുതെ കുടിച്ചു. താഴത്തുള്ള ആ വറ്റ് കിട്ടാനായിട്ട് കുറേ വെള്ളം കുടിച്ചു, അല്ലാണ്ട് ഒന്നും ഉണ്ടായില്ല. അതുപോലെ ഭഗവാന്റെ കഥ കേൾക്കാനായപ്പോഴേക്കും എന്തായി, അത് വേഗം അത് പറഞ്ഞു പോയി. അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞാൽ പോരാ. കാരണം ഭഗവാന്റെ കഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൗഷധാത് ശ്രോത്രമനോഭിരാമാത് ക ഉത്തമ ശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാ പശുഘ്നാത്. നിവൃത്തദർശൈ, നിവൃത്തദർശന്മാരാൽ എപ്പോഴും ഗാനം ചെയ്യപ്പെട്ടതാണ്. ആരാ നിവൃത്തദർശൻ എന്ന് പറഞ്ഞ അർത്ഥം? ആശയില്ലാത്തവര്, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവര്. അവരാണ് ഭഗവാന്റെ കഥകൾ മനസ്സിലാക്കുന്നത്. എല്ലാം ഉണ്ട് അവർക്ക്, എല്ലാ കഴിവുകളും എല്ലാ ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊന്നല്ല പ്രധാനം, ഇതിലപ്പുറത്തായി പല കാര്യങ്ങളുണ്ട്, നേടേണ്ടതായിട്ടുണ്ട്. ഭൗതിക പദാർത്ഥങ്ങളൊന്നും ഇല്ലാത്തവരല്ല ഭഗവത് ഭക്തന്മാരാരും. ശ്രേഷ്ഠന്മാരായ മഹാത്മാക്കൾ ആരും തന്നെ കയ്യിലൊന്നും ഇല്ലാത്തവരല്ല. ഉണ്ടായിട്ടും വേണ്ടാന്ന് വെച്ചവരാണ്, ഉണ്ടായിട്ടും വേണ്ടാന്ന് നിശ്ചയിച്ചവരാണ്. ഒരു ചിന്തകൻ പറയുന്നുണ്ട്, ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും 2 വിഭാഗങ്ങളാണ് ലോകത്തിലുള്ളത് എന്നാണ്.
അപ്പോഴാണ് പ്രസിദ്ധ വേദവിഷയങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് പറഞ്ഞത്, അങ്ങനെ മാത്രമല്ല, ഉണ്ടായിട്ടും വേണ്ടാന്ന് നിശ്ചയിച്ചവരും കൂടി ഭൂമുഖത്തുണ്ട്. അതെവിടെയാണുള്ളത്? അത് കൂടുതലും ഭാരതത്തിലാണുള്ളത്. മറ്റുള്ളയിടത്തൊന്നും ഇല്ല എന്ന് പറയുന്നില്ല, കൂടുതലും എവിടെയാണുള്ളത്? ഭാരതത്തിലാണ്. ബുദ്ധൻ, വർദ്ധമാന മഹാവീരൻ, ചന്ദ്രഗുപ്ത മൗര്യനൊക്കെ അവസാനം ശ്രാവണ ബൽഗോളയിലാണ് വന്നത്. എല്ലാം ഉള്ളവരാ അവരൊക്കെ, ഒന്നുമില്ലാത്തവരല്ല. ഇങ്ങനെ അനവധി അനവധി രാജാക്കന്മാരുടെ കഥ ഭാരതത്തിലുണ്ട്. ഉണ്ടായിട്ടും വേണ്ടാന്ന് നിശ്ചയിച്ച് അവരെന്ത് ചെയ്തു? ലോകഹിതം ചരന്തഹ, ലോകത്തിന് ഹിതകരമായ കർമ്മങ്ങൾ ചെയ്തും കൊണ്ട് അങ്ങനെ ജീവിച്ചു. തങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല, ഒക്കെ ലോകത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്, ഈശ്വരന് വേണ്ടി സമർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള മഹാത്മാക്കളാൽ ഗീയമാനം, അങ്ങനെയുള്ള മഹാത്മാക്കളാൽ ഗാനം ചെയ്യപ്പെട്ട കഥയാണ് ഭഗവാന്റെ കഥ. വയലാറ് പറയുന്നില്ലേ, ആരണ്യാന്തരഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോൽഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെന്തരിശനം. ഏതൊരു മഹാത്മാക്കളാണോ ഗുഹകളിലെയും പർവ്വതങ്ങളിലെയും ഓരോരോ പ്രദേശങ്ങളിൽ ഇരുന്നും കൊണ്ട് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് കണ്ടെത്തിയത്, അങ്ങനെയുള്ളവരാൽ ഗാനം ചെയ്യപ്പെട്ടതാണ് ആരുടെ കഥ? ഈ ഭഗവാന്റെ കഥ. ആശ ഇല്ലാത്തവരാൽ, ആശ അറ്റവരാൽ, ആശ ഒരിക്കലും അവസാനിക്കില്ല. പൂന്താനം പറയും പോലെയാണ്, എണ്ണി എണ്ണിക്കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. ആയുസ് കുറയുന്നതിനനുസരിച്ച് മോഹം കൂടുകയാണ് ചെയ്യുക പലപ്പോഴും. ഇതങ്ങനെയല്ല, മോഹം മുഴുവൻ അവസാനിച്ച, ഇനി ഒന്നും നേടേണ്ടതായിട്ടില്ല. എങ്ങനെയാ ഒന്നും നേടേണ്ടതായിട്ടില്ല എന്ന് മനസ്സിലാവുക? ഞാൻ നേടാനൊന്നുമില്ല, ഞാൻ ആരാണ്? ഞാൻ സിദ്ധനാണ്, ഞാൻ മുക്തനാണ്, ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്നറിഞ്ഞാൽ പിന്നെ പൂർണ്ണനായി. ആ അവസ്ഥയിലേക്ക് എത്തിയ മഹാത്മാക്കളാൽ ഗാനം ചെയ്യപ്പെട്ടതാണ് ഭഗവാന്റെ കഥ. യോഗിമാരാൽ ഗാനം ചെയ്യപ്പെട്ടതാണ് ശ്രീകൃഷ്ണന്റെ കഥ എന്നർത്ഥം. ഞാൻ ഈശ്വരനാണ്, ഞാൻ പരിപൂർണനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കർമ്മം ചെയ്യാൻ കാരണം എന്താണ്? നമ്മൾ അപൂർണന്മാരായതുകൊണ്ടാണ്. അപൂർണന്മാരാണെന്നുള്ള ആ ഭ്രമം ഉള്ളിലുണ്ടായിട്ടാണ്. ഞാൻ പരിപൂർണനാണ്, ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്ന ബോധം നമ്മളിലേക്ക് വന്നാൽ, ഞാൻ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ തന്നെയാണ് എന്ന ആ അവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യാനുണ്ടോ? അവനൊരു കർമ്മവും ചെയ്യാനില്ല. അങ്ങനെയുള്ളവരാൽ പറയപ്പെട്ടതാണ് ഭഗവത് കഥ എന്നർത്ഥം. എന്നാ ഈ കഥയ്ക്ക് എന്താ പ്രത്യേകത? ഭവൌഷധാത്, ഭവം ച സംസാരം എന്നാണ്. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം. ഇതാണ് സംസാരം. ഈ സംസാരത്തിന്റെ ദുഃഖത്തിന്, സംസാരമാകുന്ന ആ രോഗത്തിന് ഔഷധമാണ് ഭഗവാന്റെ കഥ എന്ന് പറയാണ്. ഭവ ഔഷധാത് ശ്രോത്രമനോഭിരാമാത്, ചെവിക്ക് സന്തോഷം നൽകുന്നതാണ്. ഇങ്ങനെയുള്ള ഭഗവാന്റെ കഥ ആരാ കേൾക്കാതിരിക്കുക? ആർക്കാ ഇഷ്ടം ഉണ്ടാവാതിരിക്കുക? ചിലർക്ക് ഭഗവാന്റെ കഥയോട് ഇഷ്ടം ഉണ്ടാവില്ല എന്നാ പരീക്ഷത്തിന്റെ അഭിപ്രായം. ബിനാ പശുഘ്നാത്, പശുക്കളെ അതായത് മൃഗങ്ങളെ നശിപ്പിക്കുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ കഥയോട് അനിഷ്ടം ഉണ്ടാവൂ. അതായത് അധാർമിക പ്രവൃത്തികളിൽ മാത്രം നിൽക്കുന്നവർക്ക് ഭഗവത് കഥയോട് വിരക്തി ഉണ്ടാവുള്ളൂ, താല്പര്യം ഉണ്ടാവാതിരിക്കൂ. അല്ലാത്തവർക്കൊക്കെ ഇഷ്ടം തോന്നുന്ന, താല്പര്യം തോന്നുന്ന മഹാത്മാക്കളാൽ ഗാനം ചെയ്യപ്പെട്ട, യോഗീശ്വരന്മാരാൽ ഗാനം ചെയ്യപ്പെട്ട ആ കഥ എനിക്കായി പറയൂ, എന്നോടായി പറഞ്ഞു തരൂ. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ. പിന്നെ ഞാനും ഭഗവാനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ചെറിയ ബന്ധമല്ലുള്ളത്. എൻ്റെ പിതാമഹന്മാരാണ് പാണ്ഡവര്, അർജുനൻ, അതുപോലെ തന്നെ ഭീമൻ, ഇവരൊക്കെ എൻ്റെ പിതാമഹന്മാരാണ്. അവർക്കൊക്കെ മഹാഭാരത യുദ്ധം ജയിക്കാൻ കഴിഞ്ഞത് ആരുടെ സഹായം കൊണ്ടാണ്? ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായം കൊണ്ടാണ്. അതാണല്ലോ ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോവല ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈ രണനദീ കൈവർത്തക കേശവ. ആയുധം എടുക്കാതെ എന്ത് ചെയ്തു? ഭഗവാൻ പാണ്ഡവന്മാരെ രക്ഷിച്ചു. ആയുധം എടുത്തിട്ടില്ല ഭഗവാൻ, ആയുധം എടുക്കാതെയാണ് പാണ്ഡവന്മാരെ രക്ഷിച്ചത്. ഭീഷ്മരും ദ്രോണരുമാകുന്ന രണ്ട് തടങ്ങള്, നദിയെ, ഒരു രണത്തെ, യുദ്ധത്തെ ഒരു നദിയായി കൽപ്പിക്കുകയാണെങ്കിൽ ആ നദിയുടെ രണ്ട് തടങ്ങൾ ആരൊക്കെയാണ്? ഭീഷ്മരും ദ്രോണരുമാണ്. ജയദ്രഥ ജല, ജയദ്രഥനാകുന്ന ജലം. ഗാന്ധാര നീലോപല,
ശകുനിയാകുന്ന കരിമ്പാറ, നീലോപലഞ്ച കരിമ്പാറ എന്നർത്ഥം. ശകുനിയാകുന്ന കരിമ്പാറ. ശകുനി പൊളിഞ്ഞു പോയത് ആരുടെ മുമ്പിലാ? ശ്രീകൃഷ്ണന്റെ മുമ്പിൽ മാത്ര. ശകുനിയേക്കാൾ കള്ളത്തരം ആർക്കറിയാ? ഭഗവാൻ അറിയാം. കള്ളത്തരം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. ചാണക്യതന്ത്രം ശകുനിക്ക് നന്നായിട്ടറിയാം. ഭഗവാനാവട്ടെ 4 ചാണക്യം കൂടിയാൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തില്ല. അത്ര തന്ത്രം ഭഗവാനും അറിയാം. അതാണ് ഗാന്ധാര നീലോപല, ഗാന്ധാരനാകുന്ന നീലോപലം. കള്ളന്മാരോട് കള്ളത്തരായിട്ട് തന്നെ അതും ഭഗവാൻ ചെയ്തിട്ടുണ്ട്. നല്ല കള്ളത്തരവും ഭഗവാൻ വഹിക്കും. അങ്ങനെയാ ശകുനീന്റെ ആശയങ്ങളൊക്കെ ഭഗവാൻ പൊളിച്ചു കൊടുത്തത്. കള്ളന്മാരുടെ എന്താ വെറുതെ ലോകം കൂടുന്നു? സൗഹൃദമായി സത്യമായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ആ കള്ളന്മാരെ പറ്റിക്കണം. എന്ത് ചെയ്യണം? അതിൽ നന്നായിട്ട് പറ്റിക്കണം. ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി, ശല്യനാകുന്ന മുതല, കൃപേണ വഹനി, കൃപനാകുന്ന ഒഴുക്ക്, കർണേന വേലാകുല, കർണനാകുന്ന വേലിയേറ്റം. ഇതൊക്കെ ആ യുദ്ധത്തിലുണ്ട്. അശ്വത്ഥാമ വികർണ ഘോരമകര, അശ്വത്ഥാമൻ വികർണൻ തുടങ്ങിയ ഘോരങ്ങളായ മകരമത്സ്യങ്ങൾ. ദുര്യോധന ആവർത്തിനി, ദുര്യോധനനാകുന്ന ചുഴി. ഇതൊക്കെ ഉണ്ടായിട്ടും സോത്തീർണ ഖലു പാണ്ഡവൈ, പാണ്ഡവന്മാർ ഉത്തീർണരായി ആ നദിയുടെ അക്കരയ്ക്കെത്തി. ആരാ കൈ പിടിച്ച് കയറ്റിയത്? കൈവർത്തക കേശവ, കടത്തുകാരൻ ഭഗവാൻ തന്നെ, കേശവൻ തന്നെ. എത്രയോ സന്ദർഭം മഹാഭാരതത്തിൽ നോക്കിയാൽ കാണാം. എത്രയോ സന്ദർഭത്തിൽ ഭഗവാനാണ് പാണ്ഡവന്മാരെ രക്ഷിച്ചത്. ദ്രൗണ്യസ്ത്ര വിപൃഷ്ടമിതം മതംഗം സന്താന ബീജം കുരു പാണ്ഡവാനാം. പിന്നെ ഞാൻ ഈ കഥയും കേട്ടിരിക്കാൻ കാരണം എന്താ? പരീക്ഷിത്ത് പറയാണ്, ഞാൻ ഈ കഥയും കേട്ടിരിക്കാൻ കാരണം ആരുണ്ടായിട്ടാണ്? ഭഗവാൻ ഉണ്ടായിട്ടാണ്. അപാണ്ഡവമിതം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത, പാണ്ഡവന്മാരുടെ വംശം പോലും ഉണ്ടാവാതിരിക്കണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ദ്രൗണി, അശ്വത്ഥാമാവ്. ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ, പരീക്ഷിത്ത് കുഞ്ഞായിട്ട് ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കുകയായിരുന്നു. ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ചത് ആരായിരുന്നു? ദേ കൃഷ്ണൻ തന്നെയായിരുന്നു, ഭഗവാൻ തന്നെയായിരുന്നു. അപ്പൊ എൻ്റെ ജന്മത്തിനും കാരണം, ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം, എനിക്ക് ഈ കഥ കേൾക്കാൻ സാധിച്ചത് ശരിക്കും ഭഗവാൻ ഉണ്ടായിട്ടാണ്, ഭഗവാൻ രക്ഷിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. വീര്യാണി തസ്യാഖില ദേഹഭാജാം അന്തർബഹി പൂരുഷകാലരൂപൈ പ്രയച്ഛതോ മൃത്യുമുതാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ. ഭഗവാൻ പ്രപഞ്ചത്തിലൊക്കെ എങ്ങനെയായിരിക്കുന്നത്? കാലമായിട്ടിരിക്കുന്നുണ്ട്. അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോബഹി, അന്തഃപുരുഷരൂപേണ ഉള്ളിൽ ഈശ്വരനായിട്ടും ഇരിക്കുന്നു, പുറത്തോ കാലമായിട്ടും ഇരിക്കുന്നു. ഉള്ളിലുള്ള ഈശ്വരനെ ആര് വിചാരം ചെയ്യുന്നുണ്ടോ അവർക്ക് എന്താ കിട്ടുക? അമൃതത്വത്തെയാണ് കിട്ടുക, മുക്തിയെ ലഭിക്കും. എന്നാൽ പുറമെ കാലത്തിനെ മാത്രം വിചാരിച്ചാലോ, കാലത്തിനനുസരിച്ച് മോഹത്തിന്റെ വഴിയെ പോയാലോ അവനെന്താ ലഭിക്കുക? മൃത്യുവിനെയാണ് കിട്ടുക. മൃത്യുവെ കൊടുക്കുന്നത് ആരാ നമുക്ക്? മൃത്യുവിനെ കൊടുക്കുന്നത് കാലസ്വരൂപനായ ഈശ്വരനാണ് മൃത്യുവിനെ നൽകുന്നത്, അല്ലേ? കാലസ്വരൂപത്തിലുള്ള ഭഗവാനാണ് മൃത്യുവെ നമുക്ക് നൽകുന്നത്. കാലമാണല്ലോ നമ്മളെ മരിക്കുന്നത്. കാലം ഉണ്ടായിട്ടല്ലേ നമ്മൾ മരിക്കുന്നത്. കാലത്തിനുള്ളിൽ ആ മരണം മുതലായതൊക്കെ വരുന്നത്. നമ്മൾ കാലമായ ഈശ്വരനെ തന്നെ നോക്കി നിന്നാൽ, കാലത്തിനനുസരിച്ചുള്ള മോഹത്തിന്റെ വഴിയെ പോയാൽ എവിടേക്കാ എത്തുക? മൃത്യുവിലേക്കാണ് എത്തുക. കാലത്തിന് തന്നെ കാലമാണ് മൃത്യു നമുക്ക് നൽകുന്നത്. എന്നാൽ ഉള്ളിലുള്ള ഈശ്വരനെ വിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അമൃതത്വത്തെ നേടാൻ സാധിക്കും, മോക്ഷത്തെ നേടാൻ സാധിക്കും. അപ്പം മുക്തിയെയും അതുപോലെ തന്നെ മൃത്യുവേയും നൽകുന്നുണ്ട് ഭഗവാൻ. മുക്തിയെ നൽകുന്നുണ്ട്. ഉള്ളിലുള്ള ഈശ്വരനെ ധ്യാനിക്കുന്നവർക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു. അല്ലാത്തവർക്കോ, മോഹങ്ങളുടെ വഴിയെ പോകുന്നവർക്കോ, അവർക്ക് കാലസ്വരൂപനായ ഭഗവാൻ എന്താ കൊടുക്കുന്നത്? മൃത്യുവിനെയാണ് കൊടുക്കുന്നത്. ഇതാണ് വ്യത്യാസം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥയെ അന്തർബഹി പുരുഷകാല രൂപൈ, ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ കഥയെ മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ, അയ്യോ വിദ്വൻ, അയ്യോ ശ്രീശുഖബ്രഹ്മർഷേ, അങ്ങ് ആ ഭഗവാന്റെ കഥയെ പറയൂ. വദസ്വ, എനിക്കായി പറയൂ. എന്തൊക്കെയാ ഉണ്ടായത്? എത്ര കാലം ഭഗവാൻ ഭൂമിയിൽ ജനിച്ചു? എന്തെല്ലാം പ്രവൃത്തികളാ ഭഗവാൻ ചെയ്തത്? കസ്മാൽ മുകുന്ദോ, എന്തുകൊണ്ടാ ഭഗവാൻ മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകാൻ കാരണം? പിന്നെ ബലരാമന്റെ അമ്മ ദേവകിയാണെന്ന് പറയുന്നു. ദേവകിയിലാണ് ബലരാമൻ ഉണ്ടായതെന്ന് പറയുന്നു. ജനിപ്പിച്ചത് രോഹിണിയാണെന്ന് പറയുന്നു. ഇതെങ്ങനെയാ രണ്ടമ്മമാരുണ്ടാകും ഒരാൾക്ക്? ഇങ്ങനെയൊക്കെ സംശയം എനിക്കുണ്ട്. ഈ സംശയങ്ങളൊക്കെ അങ്ങ് തീർത്തു തരണം എന്ന് പറയാണ്. ഇത് കേട്ടു. മാത്രമല്ല, അങ്ങക്കൊരു സംശയം ഉണ്ടാവും, ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, 4 ദിവസമായി ഭക്ഷണം കഴിക്കുന്നു. നമ്മളെപ്പോലൊന്നല്ല. നമ്മളിപ്പോൾ 4 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ഭാഗവതം കേൾക്കുന്നതും പറയുന്നതും ഒക്കെ.
എന്നാ അവിടെ പരീക്ഷിത്തങ്ങനെയല്ല, അദ്ദേഹം ഒന്നും കഴിക്കാതെയാ, വെള്ളം പോലും കുടിക്കാണ്ട ഭഗവാന്റെ കഥ തന്നെ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, വേണമെങ്കിൽ ചായ കുടിച്ച് വന്നോളൂ, അങ്ങനെ ഒരു വിചാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് വേണമെന്നില്ല. ഒന്നും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. നൈഷാതി ദുസ്സഹാക്ഷുർമാം തെക്തോതമവിബാധത്തെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. എന്നെ ഈ വിശപ്പും ദാഹവും ഒന്നും ബാധിക്കുന്നില്ല. അങ്ങയുടെ ആ മുഖത്തു നിന്നുള്ള ആ ഹരികഥാമൃതത്തെ സ്വീകരിക്കാനായി ഞാൻ ഇരിക്കുകയാണ്. അങ്ങ് ആ കഥയെ വിവരിക്കൂ, വിസ്തരിക്കൂ. ഇത് കേട്ടു ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, അങ്ങയുടെ ബുദ്ധി ഏതായാലും നന്നായി. സമ്യക് വ്യവസിത ബുദ്ധി, അങ്ങയുടെ ബുദ്ധി വളരെ നന്നായിണ്ട്. രാജർഷി സത്തമാ. കാരണം എന്താ? വാസുദേവ കഥായാം തേ യജ്ജാത നൈഷ്ഠികീരതി. ഭഗവാന്റെ കഥയോട് അങ്ങക്ക് താല്പര്യം തോന്നുന്നുണ്ടല്ലോ. നൈഷ്ഠികീരതി, ഒരു രതി ഉണ്ടല്ലോ ഭഗവാന്റെ കഥയോട്, ഒരു താല്പര്യം വന്നിട്ടുണ്ടല്ലോ. അതന്നെ ഒരു ഭാഗ്യാണ്. സാധാരണ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ആരെങ്കിലും പരസ്പരം കണ്ടാൽ പറയൂ, കൃഷ്ണന്റെ കഥ പറയുന്നതാണോ പറയുക? എന്താ മിക്കവാറും ഉണ്ടാവുക? സിനിമയിലെ ക്ലൈമാക്സ് എന്താ ഒക്കെ ചോദിക്കുക. ഭഗവാന്റെ കഥ പറയുന്ന ആര് പറയാനാ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഭാഗ്യത്തിന്റെ ലക്ഷണമാണ്, ഒരു മഹത്വം, ഭഗവാനോട് ബന്ധമുണ്ട് എന്നുള്ളൊരു ലക്ഷണമാണ്. പലപ്പോഴും അങ്ങനെയല്ല ഉണ്ടാവുക. ഇപ്പം ഈശ്വരീയമായ കാര്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കുക എന്താണ്, എന്താ പോകാൻ കാരണം? അമ്പലത്തിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കുക എന്താ, ഇന്നെന്തേ എന്നാ ചോദിക്കുക. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല, പിറന്നാളായതുകൊണ്ട് വന്നേ ഉള്ളൂ, അല്ലേ വരുന്നല്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് പോകേണ്ട ഒരു സ്ഥലമാണെന്നാണ് മനസ്സിലാക്കിയത്. ഇന്ന് പിറന്നാളായതുകൊണ്ടാ, അല്ലെ ഇന്ന് കല്യാണം ആയതുകൊണ്ടാ, അല്ലെങ്കിൽ പോകുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. അപ്പം അമ്പലമൊക്കെ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, ഒന്ന് പോയി നോക്കാം. അല്ല എന്താ കുഴപ്പം, എന്തേ വന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ചോദിക്കുക തന്നെ. എന്നാൽ അങ്ങനെ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ ഭഗവാനോട് തന്നെ താല്പര്യമാണ്, വളരെ വളരെ താല്പര്യമായിട്ടാണ് പരീക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു താല്പര്യം ഉണ്ടാവണമെങ്കിൽ തന്നെ വളരെ ഭാഗ്യം വേണം എന്നാണ്. സജ്ജനങ്ങളെ കാണാനും അവരായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചോദിക്കാനും സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ പൂർവ്വജന്മത്തിന്റെ സുഹൃതം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാ. ഒരു കവി പറയും, സതാം സൽഭി സംഗ കഥമപി പുണ്യേന ഭവതി. സതാം സൽഭി സംഗ, സജ്ജനങ്ങളുമായുള്ള ആ സംഘം, കഥമപി പുണ്യേന ഭവതി, ഏതെങ്കിലും കാലത്തെ പുണ്യം കൊണ്ട് മാത്രമേ കഴിയൂ. അപ്പൊ ഇത് കാണാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ചോദിക്കാൻ തോന്നി, അതെന്നെ ഭാഗ്യം. വാസുദേവകഥാ പ്രശ്ന പുരുഷാം സ്ത്രീൻ പുനാതി വക്താരം പൃച്ഛകം ശ്രോതൃൻ തൽപാത സലിലം യഥാ. ഭഗവാന്റെ പാദത്തു നിന്ന് ജനിച്ച ആ ഗംഗ ലോകത്തെ മുഴുവൻ ശുദ്ധമാക്കുന്നത് പോലെ ഭഗവാന്റെ കഥയും എങ്ങനെയാണ്? അത് ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും പറയാൻ ആവശ്യപ്പെടുന്നവർക്കും എല്ലാവർക്കും പുണ്യം കൊടുക്കുന്നതാണ്. അത്രയ്ക്കും വിശിഷ്ടമാണ് ഭഗവാന്റെ കഥ. നീ പറയാൻ പോകുന്നുണ്ട്, ഭഗവാന്റെ കഥ ഉള്ളത് കൊണ്ട് ഈ ഭാഗവതം ഗംഗയെ പോലും താഴ്ത്തിന്നാണ്. തീർത്ഥം ചക്രേ നൃപോവനം ഇനി പറയാൻ പോകുന്നുണ്ട്. തീർത്ഥം ഊനം ചക്രേ, മഹത്തായ ആ തീർത്ഥത്തെ പോലും ഈ ഭാഗവതം ചെറുതാക്കീന. എന്താ ചെറുതാക്കാൻ കാരണം? ഭാഗവതമാകുന്ന ആ ഗംഗ യഥാർത്ഥ ഗംഗയേക്കാൾ ശ്രേഷ്ഠാണ്. കാരണം യഥാർത്ഥ ഗംഗയിലേക്ക് പോകണമെങ്കിൽ ആരോഗ്യം വേണം, പണം വേണം, ബുദ്ധിമുട്ടാണ്. ഭാഗവതമാകുന്ന ഗംഗ പഠിക്കാൻ അല്ലെങ്കിൽ അത് വായിക്കാൻ, അത് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സപ്താഹയജ്ഞം നടക്കുന്നിടത്ത് പോയി ഇരിക്കുക, അത്രയേ വേണ്ടൂ. അത് ചെവിയിലൂടെ ഉള്ളിലേക്ക് കയറുക. ചെവിയിലൂടെ ഒരു തവണയെ കയറിയില്ലെങ്കിൽ അത്രത്തോളം നമ്മളെ ഗുണാക്കും. ഒരു തവണ കേട്ടാൽ അത്ര ഗുണായി, കുറച്ചും കൂടി കേട്ടാലോ കുറച്ചും കൂടി ഗുണായി, ഒരു ശ്ലോകം കേട്ടാലോ അത്ര ഗുണായി. ഒരു തവണ കേട്ടാൽ തന്നെ വളരെ പുണ്യാണ്. ആ പുണ്യവത്തായ ഗംഗയെ പോലും താഴ്ത്തി എന്നർത്ഥം ഭഗവാന്റെ ഈ കഥ. ശ്രീമദ് ഭാഗവതമാകുന്ന ഈ ഗംഗ അവിടെ വന്നതോടുകൂടി ആ കഥ ആരാണോ ചോദിക്കുന്നു അവർക്കൊക്കെ പുണ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ കഥയിലേക്ക് കടക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. എന്താ അവിടെ പറഞ്ഞത്? ഭൂമിർദ്രപ്ത നൃപവ്യാജ ദൈത്യാനീകശതായുതൈ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയൗ. ദുഷ്ടന്മാര്, അസുരന്മാരായ രാജാക്കന്മാര് വർദ്ധിച്ചു എന്നാണ്. അസുരന്മാര് കൂടിക്കൂടി വന്നു. അതാണ് അധർമ്മം. അസുരന്മാരായ രാജാക്കന്മാരുണ്ടായാലോ അവരെ കൊണ്ട് അധർമ്മമാണ് ലോകത്തിലൊക്കെ ഉണ്ടാവുക. അധർമ്മം വന്നാൽ ഭൂമിക്ക് ജീവിക്കാൻ കഴിയില്ല, ഭൂമിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഭൂമി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഗോളമാണ്, മണ്ണും കല്ലും മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരോട് ഇങ്ങനെയുള്ള ആശയങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭൂമിക്ക് കരച്ചിലോ എന്നൊക്കെ ചോദിക്കുവര്. ഭൂമിക്ക് കരച്ചിലുണ്ട്. അങ്ങനെ പറഞ്ഞവരെന്നെ ഇപ്പം എന്ത് പറയുന്നുണ്ട്? ഭൂമി കരയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാറ്, പേപ്പറിലൊക്കെ എഴുതുന്നത് കാണാം.
ഭൂമി കരയുന്നു, അതുപോലെ നദി കരയുന്നു ഒക്കെ കാണാം. ഭാരതപ്പുഴ തേങ്ങുന്നു എന്നൊക്കെ പേപ്പറിലൊക്കെ കാണാറില്ല ഇടയ്ക്കൊക്കെ, മണ്ണെടുത്ത് കൊണ്ടുപോയിട്ട്. എന്നാ പണ്ട് ഭാരതീയരായ ആചാര്യന്മാർ ഭൂമിയെയും പ്രകൃതിയെയും ഭൂമിയിലുള്ള ഓരോന്നിനെയും നമ്മളെന്താ കണ്ടത്? ദേവനായിട്ടും ദേവിയായിട്ടും ഒക്കെയാണ് കണ്ടത്. ഇന്ദ്രോ ദേവത, ചന്ദ്രോ ദേവത, ഭൂമിർ ദേവത, വായുർ ദേവത. മനുഷ്യത്തിലുള്ള മന്ത്രങ്ങളിൽ കാണാം. ഇന്ദ്രൻ ദേവനാണ്, ചന്ദ്രൻ ദേവനാണ്. ആരാ ഇന്ദ്രൻ? മഴയ്ക്ക് പിന്നിലുള്ള ശക്തിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇന്ദ്രൻ എന്ന് വിളിക്കുന്നു. വായുവിന്റെ പിന്നിലുള്ള ശക്തിയെ, വായുവിന് അടിക്കാനൊരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയെ നമ്മൾ എന്ത് വിളിക്കുകയാണ്? വായുർ ദേവത, വായുവായിട്ട് കാണുന്നു, ദേവതയായിട്ട് കാണുന്നു. നദിയെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? ദേവതയായിട്ടാണ് കാണുന്നത്. യജുർവേദ മന്ത്രങ്ങളൊക്കെ കാണാം. ഉശതീരിവ മാതരഹ, അമ്മ എങ്ങനെയാണോ മക്കളെ രക്ഷിക്കുന്നത് അതുപോലെയാണ് ജലം നമ്മളെ രക്ഷിക്കുന്നത് എന്നാണ്. ജലം ഇല്ലെങ്കിലോ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ജലം നമുക്ക് ദേവതയാണ്, അഗ്നി നമുക്ക് ദേവനാണ്, എല്ലാം നമുക്ക് ദേവന്മാരാണ്. അമ്മ നമുക്ക് ദേവനാണ്, അച്ഛൻ നമുക്ക് ദേവനാണ്. ദേവനായിട്ട് കാണണം, അമ്മയെ ദൈവമായിട്ട് കാണണം, അച്ഛനെ ദൈവമായി കാണണം. അതുകൊണ്ട് തന്നെ ഹിന്ദുമതം ഏകദൈവ വിശ്വാസമല്ല, ബഹുദൈവ വിശ്വാസമാണ്. എത്രയാ ദൈവങ്ങൾ നമുക്കുള്ളത്? ഒന്നോ രണ്ടോ ദൈവമല്ല ഉള്ളത്. ദൈവം ച ദേവതാഭാവം എന്നാണ് അർത്ഥം. എത്രയോ ദൈവങ്ങൾ നമുക്കുണ്ട്, ഒരു ദൈവമല്ല ഉള്ളത്. അനവധി ദൈവങ്ങൾ ഉണ്ടെങ്കിലും ഈ ദൈവങ്ങളൊക്കെ എന്തിലാ അന്തർഭവിക്കുന്നത്? സർവേശ്വരനിൽ തന്നെയാണ് അന്തർഭവിക്കുന്നത്. അനവധി ദൈവങ്ങൾ ഉണ്ടെങ്കിലും ഈ ദൈവങ്ങളായിട്ടൊക്കെ നിൽക്കുന്നത് ആരാ? ഒരേ സർവേശ്വരൻ തന്നെയാണ്. ഈശ്വരൻ ഒന്നാണ്, ഈശ്വര ശക്തി ഏകമാണ്, ദൈവങ്ങളോ പലതാണ്. അതാ ഭാരതീയ സങ്കല്പം. ഏകദൈവ വിശ്വാസം എന്ന് പറയരുതേ, ഏകദൈവ വിശ്വാസമല്ല. നമുക്ക് 33 കോടി നല്ലുള്ളത്. ഇവിടെയുള്ള 700 കോടി നമുക്കാരാണ്? ദൈവങ്ങൾ തന്നെയാണ്. എല്ലാവരും ദൈവങ്ങളാണ്, ദൈവശക്തി ഉള്ളവരാണ്, ദേവതാശക്തി ഉള്ളവരാണ്. അഥവാ ഈ ദൈവങ്ങളിലൂടെയൊക്കെ പ്രകാശിക്കുന്ന അത് ആരുടെ ശക്തി തന്നെയാണ്? ഏകനായ ഈശ്വരന്റെ ശക്തി തന്നെയാണ് ഈ ദൈവങ്ങളിലൂടെയൊക്കെ കാണപ്പെടുന്നത് എന്നർത്ഥം. നമ്മൾ ഏകദൈവ വിശ്വാസികളൊന്നല്ല, ബഹുദൈവ വിശ്വാസികളാണ്. ബഹുദൈവ വിശ്വാസികളാണ്, പക്ഷെ ഏക ഈശ്വര വിചാരക്കാരുമാണ്, ഏക ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞവരുമാണ്. ഇതാണ് വ്യത്യാസം. അപ്പൊ അങ്ങനെ ഭൂമിക്ക് ഭാരം വന്നു എന്നാണ്. ഭൂമിക്ക് ഒരു ദേവഭാവമുണ്ട്, അതാ ആശയാണ് നമുക്കുള്ളത്. ഇന്നും അതെ, ഭൂമിയിൽ ഇങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ അടിക്കടിക്ക് കാണുന്ന സമയത്ത് പലരും ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്താ പറയാറുള്ളത്? ഭൂമിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, ഇനിയും ആവർത്തിക്കും, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവും, അധർമ്മം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് ബുദ്ധിമുട്ടാണ്. ഇതേ ആശയാണ് 5000 കൊല്ലം മുമ്പേ നമ്മൾ ആചാര്യന്മാര് പറഞ്ഞു വെച്ചത്, വ്യാസൻ പറഞ്ഞു വെച്ചത്. അവസാനം ഭൂമി എന്ത് ചെയ്തു? ഒരു പശുവിന്റെ രൂപവും സ്വീകരിച്ച് നേരെ എവിടേക്ക് പോയി? ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവോട് പറഞ്ഞു, ബ്രഹ്മദേവ, വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അസുരഭടജനം മനുഷ്യഭാവം പ്രസഭമിയന്നിഹ കംസസാരഭൂതം. അസുരന്മാരായിട്ടുണ്ട് ജനങ്ങളൊക്കെ, രാജാക്കന്മാരൊക്കെ അസുരന്മാരായി തീർന്നിട്ടുണ്ട്. ആരാ അസുരൻ? അസുഷു പ്രാണേഷു രമന്തേ അസുരാഹ എന്നാണ്. അസു ച പ്രാണൻ, സ്വന്തം പ്രാണനിൽ രമിക്കുന്നവനാരോ അവനാണ് അസുരൻ. ഞാൻ മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട, എനിക്ക് ശ്രേയസ് വേണം, എനിക്ക് സുഖം കിട്ടണം, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടായാലും യാതൊരു കുഴപ്പമില്ല, തനിക്ക് ശ്രേയസ് ഉണ്ടാവണം, തനിക്ക് ഗുണം ഉണ്ടാവണം, നേട്ടം ഉണ്ടാവണം. ആ വിചാരത്തോടു കൂടിയവരെയാണ് നമ്മൾ പുരാണം അല്ലെങ്കിൽ ഇതിഹാസം അസുരൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മാത്രമേ വേണ്ടൂ. ഗീതയിലൊക്കെ കാണാം, കോന്യോസ്തി സദൃശോമയ, എനിക്ക് തുല്യനായിട്ട് ആരാ ഈ ലോകത്തുള്ളത്? ഈശ്വരോഹം, ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. നീയും ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അതുകൂടി പറയണമെന്നേ ഉള്ളൂ. ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു കുഴപ്പമില്ല. ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. ഈ ലോകത്തിലുള്ള എല്ലാവരും ഈശ്വരൻ തന്നെയാണ്. പ്രപഞ്ചം മുഴുവൻ ഈശ്വരനായിട്ട് മനസ്സിലാക്കണം. അതാണ് ഭാരതീയ സിദ്ധാന്തം തന്നെ. ഈശാവാസ്യമിതം സർവം യൽ കിഞ്ച ജഗത്യാം ജഗത്ത് ജഗത്യാം യത് കിഞ്ചിത്. ജഗത്തിൽ എന്തുണ്ടോ ആ എന്തുണ്ടെങ്കിലും അതിനെ മുഴുവൻ എങ്ങനെ കാണണം, എങ്ങനെ മൂടണം? ഈശാവാസ്യം, ഇതം സർവം ഈശാവാസ്യം. ഇതെല്ലാം തന്നെ ഈശനായിട്ട് മൂടേണ്ടതാകുന്നു, ഈശ്വരനായിട്ട് കാണേണ്ടതാകുന്നു എന്നാണ്. ഈശ്വരനല്ലാത്ത യാതൊന്നും നമുക്കില്ല. ഈശ്വരൻ ഉണ്ട് എന്നല്ല ഉപനിഷത്ത് പറയുന്നത്, മറിച്ച് എന്തേ അവിടെ ഉള്ളൂ? ഈശ്വരനേ ഉള്ളൂ. ഈശ്വരൻ ഉണ്ട്, ഒരു ദൈവം ഉണ്ട് എന്നല്ല ഭാരതീയ സിദ്ധാന്തം. ഇവിടെ എന്തേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ, ദൈവമേ ഉള്ളൂ. ഒരു ദൈവം ഉണ്ട് എന്നുള്ളതല്ല, ദൈവമേ ഇവിടെ ഉള്ളൂ. അതാ വ്യത്യാസം, അതാണ് അദ്വൈതം. പലരും മനസ്സിലാക്കിയത് എന്താ? ഈ അദ്വൈതവും ഏകദൈവ വിശ്വാസവും ഒന്നാണെന്നാണ് മനസ്സിലാക്കിയത്.
അദ്വൈതവും ഏകദൈവ വിശ്വാസവും ഒന്നല്ല. ഏകദൈവ വിശ്വാസം വെച്ചാൽ ഒരു ദൈവമുണ്ട്, മുകളിലൊരു ദൈവം ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഇതിനൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, ഇതാണ് ഏകദൈവ വിശ്വാസം. അദ്വൈതം അതല്ല. അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതല്ല, ദൈവമേ ഇവിടെ ഉള്ളൂ. ഈശാവാസ്യമിതം സർവം ഉപനിഷത്തിൽ കാണാം. ഈശ്വരൻ മാത്രമാണ്, ഈശ്വരനായിട്ട് മൂടേണ്ടതാകുന്നു, അങ്ങനെയാ പറഞ്ഞത്. ഇതിന് വിപരീതമായിട്ട് ഞാൻ ഈശ്വരനാണ്, മറ്റതൊന്നും ഈശ്വരനല്ല, മറ്റതൊക്കെ തെറ്റാണ്, അതെല്ലാം വിപരീതമാണ്, എനിക്ക് വേണ്ടതല്ല, അന്യമാണ് എന്ന വിചാരത്തോടു കൂടി തൻ്റെ ഗുണത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന വിഭാഗത്തിനെയാണ്, ആ സ്വഭാവത്തോടു കൂടിയവരെയാണ് നാം എന്ത് വിളിക്കുന്നത്? അസുരൻ എന്നുള്ള പേര് കൊണ്ട് വിളിക്കുന്നത്. അല്ലാതെ ചില പാശ്ചാത്യ ചരിത്രകാരന്മാർ പറയും പോലെ ആര്യന്മാരൊക്കെ ദേവന്മാരും ദ്രാവിഡന്മാരൊക്കെ അസുരന്മാരും എന്നല്ല. എന്നിട്ട് ദേവാസുര യുദ്ധം എന്ന് പറഞ്ഞാൽ ആര്യദ്രാവിഡ സംഘട്ടനമാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനമുണ്ട്. മാക്സ് മുള്ളറുടെയൊക്കെ വ്യാഖ്യാനമുണ്ട്. അതൊക്കെ തെറ്റാണ്. ഭാരതീയരെ രണ്ടാക്കി നിർത്താനായിട്ട്, കോളനി വാഴ്ച സുഗമമാക്കാനായിട്ട് ഉണ്ടാക്കിയ ചരിത്രമാണ് അതൊക്കെ. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ വേദ സംസ്കാരത്തെ നശിപ്പിക്കാനായിട്ട് കരുതിക്കൂട്ടിണ്ടാക്കിയ, പ്രത്യേകിച്ച് പറയേണ്ടതാണ്, കരുതിക്കൂട്ടിണ്ടാക്കിയ വ്യാഖ്യാനം തന്നെയാണ്, മസ്തിഷ്ക പ്രക്ഷാളനം തന്നെയാണത്. വേദത്തോട് നമ്മുടെ ഭാരതീയരായ ആചാര്യന്മാർക്കുണ്ടായിരുന്ന ബഹുമാനം കണ്ട് അതിനെ നശിപ്പിക്കാനായിട്ട് ഇത് വളരെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്, ഇതിന് യാതൊരു മഹത്വവും ഇല്ല, വെറും വിഡ്ഢിത്തമാണ് എന്ന ആ തോന്നൽ നമ്മളിലേക്ക് ജനിപ്പിക്കുന്നതിന് വേണ്ടി മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനായിട്ട് മെക്കാളെ പ്രഭു, മാക്സ് മുള്ളർ, കേണൽ ബോർഡൻ, സർ മോനിയർ വില്യംസ്, സർ മോനിയർ വില്യംസ്, ഇവരൊക്കെ വലിയ സംസ്കൃത പണ്ഡിതന്മാരൊക്കെ ആയിരുന്നു. അവരൊക്കെ എന്താ ചെയ്തത്? ഇതിനെ വ്യാഖ്യാനിച്ച് കോളനിവൽക്കരണം സ്ഥാപിക്കാനും സ്വന്തം വിശ്വാസത്തെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനുമാക്കി ഉണ്ടാക്കിയതാണ് ഈ സിദ്ധാന്തങ്ങളൊക്കെ. അവിടെ ആര്യന്മാർ വേറെ ദ്രാവിഡന്മാർ വേറെ അങ്ങനെയൊന്നുമില്ല. ദ്രാവിഡന്മാരും ആരാണ്? ആര്യന്മാർ തന്നെയാണ്. ദ്രാവിഡന്മാരും ആരാണ്? ആര്യന്മാരാണ്. നമ്മളൊക്കെ ആരാ ആവേണ്ടത്? ആര്യന്മാരാണ് ആവേണ്ടത്. സംസ്കൃതത്തില് ഋഗതൗ എന്ന ധാതുവിൽ നിന്നാണ് ആര്യൻ എന്നുള്ള വാക്കുണ്ടാവുന്നത്. ഋഗതൗ, നേരായി സഞ്ചരിക്കുന്നവൻ, നല്ല മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന പേരെന്താണ്? സംസ്കൃത നാടകങ്ങളിലൊക്കെ കാണാം, ആര്യപുത്ര എന്നാണ് വിളിക്കുക. ആര്യപുത്ര എന്ന് പറഞ്ഞാൽ മധ്യേഷ്യയിൽ നിന്ന് ഹിന്ദുക്കുഷ് പർവ്വതനിര വഴി ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത കന്നുകാലി മേയ്ക്കാനായിട്ട് വന്ന ദ്രോഹി എന്നാണ് അർത്ഥം. ശ്രേഷ്ഠനെ എന്നാണ് അർത്ഥം. ആര്യയെ ചെന്തർത്ഥം ശ്രേഷ്ഠയായവളെ എന്നാണ് അർത്ഥം. ആ പദത്തെയാണ് മാക്സ് മുള്ളർ എന്താക്കി മാറ്റിയത്? മധ്യേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു വിഭാഗമാണ്, അവരാണ് ദേവന്മാർ, അവരാണ് ആര്യന്മാർ, അവരാണ് ബ്രാഹ്മണർ. മറ്റുള്ളവരൊക്കെയോ അബ്രാഹ്മണരാണ്, അസുരന്മാർ, അബ്രാഹ്മണർ, ശൂദ്രർ, അല്ലെങ്കിൽ വിഡ്ഢികൾ, ദസ്യുക്കൾ, ഇങ്ങനെയുള്ള പേരുകൾ സംബോധന ചെയ്തതാണ് എന്ന വ്യാഖ്യാനം മാക്സ് മുള്ളർ കൊണ്ടുവന്നതാണ്. ഇതിന്റെ ആശയം എന്ന് മനസ്സിലാക്കാതെ മാക്സ് മുള്ളറുടെയൊക്കെ ആശയത്തെ വിവേകാനന്ദ സ്വാമികൾ രണ്ടാം സായണാചാര്യർ എന്നൊക്കെ മാക്സ് മുള്ളറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തോന്നും മാക്സ് മുള്ളർ കേമനല്ലേ നമുക്ക് തോന്നും. നേരെ മറിച്ച് വിവേകാനന്ദ സ്വാമികളുടെ സമാധിക്ക് ശേഷമാണ് മാക്സ് മുള്ളർ തൻ്റെ ഭാര്യാപിതാവിനും മറ്റ് പലർക്കും അയച്ച കത്തുകളൊക്കെ പുറത്തേക്കായത്. ആ കത്തുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം പിന്നെ മനസ്സിലായിട്ടുണ്ട് പലർക്കും. ആ കത്തിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായത്. ആദ്യം അദ്ദേഹം ഇതിന്റെ കൂടെ നിന്നും കൊണ്ട് ഞാൻ ഇതിനെ നന്നാക്കാൻ വേണ്ടി ചെയ്യാന്നൊക്കെയുള്ള തരത്തിലാണ് തുടങ്ങിയത്. എന്നിട്ട് എന്താ ഉദ്ദേശം? എന്താണ് ഉദ്ദേശത്തിനെ വികലമാക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് മനസ്സിലായത്. ഏതായാലും അവരെക്കാൾ എത്രയോ വളരെ ഭംഗിയായിട്ട് വേദത്തെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും ഒക്കെ മഹർഷി ദയാനന്ദ സരസ്വതിയെ പോലുള്ളവരൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അരവിന്ദോ, ഇവരെല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ. ബാലഗംഗാധര തിലകൻ, അദ്ദേഹത്തിനെ പോലും ഈ ആര്യ സിദ്ധാന്തം സ്വാധീനിച്ചു കേട്ടോ. അദ്ദേഹം പോലും ഇതിന് വീണുപോയിട്ടുണ്ട് കുറച്ചൊക്കെ. പണ്ഡിതന്മാരെ പോലും ഈ ആശയം വന്നു പോയിട്ടുണ്ട്. അവരിൽ പോലും വിവേകാനന്ദ സ്വാമികൾ തക്കം നോക്കി മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഈ സിദ്ധാന്തം തെറ്റാണെന്ന് തന്നെ പറയുന്നുണ്ട്. സാഹിത്യ സർവസ്വത്തിൽ കാണാം. അപ്പൊ പറഞ്ഞു വരുന്നത്, അസുരൻ എന്ന് പറഞ്ഞാൽ ദ്രാവിഡന്മാരും ദേവൻ എന്ന് പറഞ്ഞാൽ ആര്യന്മാരും എന്നല്ല. ഇതൊക്കെ ചില സ്വഭാവത്തെയാണ് ഈ കാണിക്കുന്നതൊക്കെ. അസുരനിലൂടെ ദേവനിലൂടെയൊക്കെ കാണിക്കുന്നത് മനുഷ്യനിലെ ഭിന്ന സ്വഭാവമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയവർ, ആസുരിക സ്വഭാവത്തോടു കൂടിയവർ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ പീഡ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും എന്ന് കാണിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഭഗവാനോട് പോയി പറയാം, വിഷ്ണു ഭഗവാനോട് പോയി പറയാം. അങ്ങനെ എല്ലാവരും കൂടിയും ഭഗവാന്റെ അടുത്ത് പോയി. അവിടെ ചെന്നു. പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിത, പുരുഷസൂക്തം നിവരായ മന്ത്രം കൊണ്ട് ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു.
ഭഗവാൻ വേദത്തിലുള്ള മന്ത്രാണത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠത് ദശാങ്കുലം. ആയിരക്കണക്കിന് ശിരസ്സുകള്, ആയിരക്കണക്കിന് പാദങ്ങള്, ആയിരക്കണക്കിന് കൈകള്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ. അങ്ങനെയുള്ള ആ ശക്തി ഈ ഭൂമിക്കും ഈ വിശ്വത്തിനും അപ്പുറത്തായിട്ട് അത്യതിഷ്ഠത് ദശാങ്കുലം 10 അങ്കുലം പുറമേക്കിരിക്കുന്നു എന്നാ പറഞ്ഞത്. 10 അങ്കുലം പുറമേക്ക് വ്യാപിച്ചിരിക്കുന്നു, വിശ്വത്തെയും അതിക്രമിച്ചും കൊണ്ടിരിക്കുന്നു. ആ ഭഗവാന്റെ പാദങ്ങളും ശിരസ്സുകളൊക്കെ എന്താണ്? നമ്മളൊക്കെ തന്നെ ആ ഭഗവാന്റെ പാദങ്ങൾ, നമ്മളിലൂടെയൊക്കെ കാണുന്ന ശിരസ്സുകളാണ് ഭഗവാന്റെ ശിരസ്സുകൾ. വിശ്വമായിട്ട് നിൽക്കുന്ന ആ ശക്തി എല്ലാവരുടെ ശിരസ്സിലും എല്ലാവരുടെ പാദങ്ങളിലുള്ളത് ആരാണ്? ഭഗവാൻ തന്നെയാണുള്ളത്. നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും ഒക്കെ ഭഗവാന്റെ കാലുകളാണ്, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയുള്ള ആ ഈശ്വരൻ, ഈശ്വരശക്തി ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാണ്. പുരുഷ ഏവ ഇതം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം. ആ ശക്തിയാണ് ഇതെല്ലാം. പുരുഷ ഏവ ഇതം സർവം, ആ ശക്തിയാണ് ഇതം സർവം, ഇതെല്ലാം. ഇതെല്ലാം ആ ശക്തി തന്നെ, ആ ഈശ്വരൻ തന്നെ. ഋഗ്വേദത്തിലുള്ള മന്ത്രാണിത്. കാലം നിർണയിക്കാൻ പോലും കഴിയാത്ത ഋഗ്വേദത്തിൽ തന്നെ പറയുന്നുണ്ട് പുരുഷ ഏവേദം സർവം, ഇതെല്ലാം സാക്ഷാ പരബ്രഹ്മം തന്നെ, പരമേശ്വരൻ തന്നെ. അദ്വൈതം ശങ്കരാചാര്യസ്വാമികൾ ഉണ്ടാക്കിയതല്ല, മനസ്സിലാക്കേണ്ടതാണ്. ശങ്കരാചാര്യസ്വാമികൾ അദ്വൈതത്തിന്റെ നിർമ്മാതാവല്ല, മറിച്ച് അദ്ദേഹം എന്താ ചെയ്തത്? അദ്വൈത ആശയത്തെ പ്രചരിപ്പിക്കാനുണ്ടായത്. അദ്വൈതം അതിന് മുമ്പ് തന്നെ ഉണ്ട്. പുരുഷേവേദം സർവം എന്നുള്ള ശങ്കരാചാര്യസ്വാമികൾ ഉണ്ടാക്കിയ മന്ത്രമല്ല, അത് എവിടെ ഉള്ളതാണ്? വേദത്തിൽ തന്നെ ഉള്ളതാണ്. വേദത്തിലുള്ള ആശയത്തെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രചരിപ്പിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ മന്ത്രം കൊണ്ട് ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ വന്ന് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം? ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ കുട്ടിയായി ജനിച്ച് കംസൻ, ശിശുപാലൻ തുടങ്ങിയ അസുര സ്വഭാവത്തോടു കൂടിയ രാജാക്കന്മാരെ നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കാം. ഇങ്ങനെ പറഞ്ഞു. ഈ വിഷയം ദേവന്മാരോടൊക്കെ, ഭൂമിദേവിയോടൊക്കെ ബ്രഹ്മാവ് തന്നെ പറഞ്ഞു. ഇതാണ് ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്തോ അവിടെ മധുരയിലുള്ള വിവാഹമാണ്. ആരുടെ വിവാഹമാണ്? വസുദേവരുടെ വിവാഹം, ദേവകി വസുദേവന്മാരുടെ വിവാഹം. വസുദേവരുടെ 18ാമത്തെ വിവാഹമാണെങ്കിലും ദേവകിയുടെ ആദ്യത്തെ വിവാഹമാണ്. വസുദേവരുടെ 18ാമത്തെ വിവാഹമാണ്. കാരണം അന്നത്തെ കാലത്ത് ബഹുഭാര്യാത്വം ബഹുഭർത്തൃത്വമൊക്കെ ആ കാലത്തുണ്ട്. അങ്ങനെയുള്ളൊരു സമയമാണ്. അധർമ്മം നന്നായിട്ട് ധർമ്മം നല്ലതുപോലെ ലോപിക്കപ്പെട്ടെ വളരെ മോശമായി തീർന്ന അവസ്ഥയിലാണ് ആ സമയം. ധർമ്മം വളരെ ലോപിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സമയത്ത് ഗംഭീരമായ വിവാഹമാണ്. ശരിക്ക് ഉഗ്രസേനൻ ദേവകൻ. ഉഗ്രസേനന്റെ മകനാണ് കംസൻ. ഉഗ്രസേനൻ രാജാവാണ്, കംസനോ യുവരാജാവാണ്. ദേവകന്റെ മകളാണ് ദേവകി. അപ്പൊ ശരിക്കും പറയാ വെച്ചാൽ നേരെ പെങ്ങളല്ല കംസന്റെ ഇളയച്ഛന്റെ മകളാണ് ദേവകി. എങ്കിലും തൻ്റെ പെങ്ങളാണല്ലോ. നീ ഇവിടുന്ന് ഒരു വിവാഹം നടക്കാനില്ല. ഏടത്തിമാരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. ശാന്തിദേവ, ശ്രീദേവ, ഉപദേവ, ഇവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. ഇവരൊക്കെ വിവാഹം കഴിച്ചത് ആരാണ്? വസുദേവർ തന്നെയാണ്. അവസാനത്തെ മകളാണ് ദേവകി. ആ ദേവകിയുടെ കൂടി വിവാഹം കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടിട്ടാണ് വിവാഹം കഴിച്ചത്, ഇഷ്ടപ്പെടാതെ ഒന്നല്ല, താല്പര്യമായിട്ട് തന്നെയാണ്. ശാന്തിദേവനോട് ചോദിച്ചു, നിനക്കാരെയാ ഇഷ്ടം? എനിക്ക് ഏട്ടനെ തന്നെയാണ് ഇഷ്ടം. ശ്രീദേവേനോട് ചോദിച്ചു, നിനക്കാരെയാ ഇഷ്ടം? എനിക്കും ഏട്ടനെ തന്നെയാണ് ഇഷ്ടം. എല്ലാവർക്കും വസുദേവയുടെ താല്പര്യം. അതുകൊണ്ടാണ് 16,008 കെട്ടി കൃഷ്ണന്റെ അച്ഛൻ ഒന്നും മോശമാവരുതല്ലോ, തീരെ മോശമാവരുതല്ലോ. അങ്ങനെയും കൂടി ഉണ്ട്. 16,008 ഇല്ലേ, 8 ഉള്ളൂ. മറ്റെന്താ, രക്ഷ മാത്രമാണ്. 8 എണ്ണത്തിനെ കഴിച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. 8 എണ്ണത്തിന്റെ പേര് ഭാഗവതത്തിലുണ്ട്. 8 എണ്ണത്തിനെ കഴിച്ചിട്ടുമുണ്ട്. ഇല്ല എന്ന് പറയണ്ട, അത് ബുദ്ധിയാണ്, മനസ്സാന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. 8 എണ്ണത്തിനെ കഴിച്ചിട്ടുണ്ട്. 16,000 സ്ത്രീകളെ എന്താ ചെയ്തത്? നരകത്ത് കിടക്കുന്ന ആ സ്ത്രീകളെ രക്ഷിക്കാനുണ്ടായത്, രക്ഷ കൊടുക്കാനുണ്ടായത്. പലരും വ്യാഖ്യാനിച്ച് അപകടമാക്കും. നാഡീനരമ്പാണ് ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടാവൊന്നും വേണ്ട. എല്ലാം പഞ്ചേന്ദ്രിയങ്ങളാണ്, ഒക്കെ കർമ്മേന്ദ്രിയങ്ങളാണ് പറഞ്ഞാലോ. ഇതാണ് അതാ ഈ വ്യാഖ്യാനാണ് അപകടം. മഹാഭാരത യുദ്ധം തന്നെ നടന്നിട്ടുണ്ടായില്ല വ്യാഖ്യാനിക്കുന്നത് പറഞ്ഞിട്ട്. അതൊന്നുമില്ല. അതൊക്കെ വ്യാസം മനസ്സ് കണ്ടെത്തിയതായ ഓരോ ആശയങ്ങളാണ്. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കൂ. ഇതിഹാസത്തെ പോലും ഇങ്ങനെ അപകടമാക്കിയാലോ വ്യാഖ്യാനിച്ചിട്ട്. ഇതിഹാസത്തെ അപകടമാക്കരുത്. ഇതിഹാസം ആണ്. ഇതിഹാസത്തിന് അങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നുമില്ല. അതിൽ പറഞ്ഞതുപോലെ പറഞ്ഞാൽ കുഴപ്പമൊന്ന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കില്ല. ഒരു മഹത്വം കുറയാൻ പോകുന്നില്ല. മഹാഭാരത യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കുഴപ്പം? ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്.
എത്ര തവണ പറഞ്ഞിട്ട് 32 സ്ഥലത്തേറ്റം പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. യുദ്ധം ചെയ്യൂ, യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ കുഴപ്പം? യുദ്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള യുദ്ധം എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷവും യുദ്ധമുണ്ട്. മഹാഭാരത ഗീത തുടങ്ങുന്നതിന് മുമ്പ് യുദ്ധമുണ്ട്. മഹാഭാരതത്തിൽ ഗീതയ്ക്ക് ശേഷം എന്താ ഉണ്ടായത്? യുദ്ധം തന്നെയാണ് ഉണ്ടായത്. അവിടെ അർജുനന്റെ കർമ്മം എന്താ? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ അർജുനന്റെ കർമ്മം യുദ്ധം ചെയ്യലാണ്. ആതതായി വധാരിഹണ എന്നുള്ളതാണ് നിയമം. ആതതായി സ്ത്രീകളെ ബലാത്കാരമായിട്ട് നശിപ്പിക്കുന്നവര്, വീട് ചുട്ട് നശിപ്പിക്കുന്നവര്, കുടുംബത്തെ നശിപ്പിക്കുന്നവര്, കുട്ടികളെ കൊല്ലുന്നവര്, ഇവരൊക്കെ ആരാണ്? ആതതായികളാണ്. ആ വകുപ്പപ്പെട്ടവനാണ് ആര്? ദുര്യോധനൻ. ദുര്യോധനൻ ആ വകുപ്പപ്പെട്ടവനാണ്. ഒട്ടും കേമനല്ല ദുര്യോധനൻ. പല വ്യാഖ്യാതാക്കളും ദുര്യോധനനെ കേമനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ ഓരോ അവിടെ ഇവിടെയുള്ള ശ്ലോകമൊക്കെ എടുത്തിട്ട് മൊത്തം മനസ്സിലാക്കാതെ അവിടെ ദുര്യോധനെ പുകഴ്ത്തി പറഞ്ഞ ശ്ലോകമൊക്കെ എടുത്തിട്ട് ദുര്യോധനൻ നല്ല മനുഷ്യനായിരുന്നു നാക്കാൻ നോക്കുന്നുണ്ട്. കുട്ടികൃഷ്ണന്മാരുടെയൊക്കെ ഭാരത പര്യടനത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ദുര്യോധനൻ വളരെ നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു വായിച്ചാൽ. അങ്ങനെയല്ല, ദുര്യോധനും വളരെ ആതതായി തന്നെയാണ്. എത്രയോ ശ്ലോകത്തിലൂടെ കാണാം. മൊത്തം മനസ്സിലാക്കിയിട്ടേ കാണാം ആതതായിയാണ്. അങ്ങനെയുള്ള ആതതായി എന്താ ചെയ്യേണ്ടത്? ക്ഷത്രിയൻ ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് പ്രവർത്തിക്കുന്നവൻ എന്ത് ചെയ്യണം? അവനെ കണ്ടാൽ, ആതതായിയെ കണ്ടാൽ, ഭീകരപ്രവർത്തനായിട്ട് നടക്കുന്നവനെ കണ്ടാൽ, ഇന്നത്തെ ഭാഷയെ പറയുക ഭീകരപ്രവർത്തനായിട്ട് നടക്കുന്നവനെ കണ്ടാൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാര് അല്ലെ പട്ടാളത്ത് പ്രവർത്തിക്കുന്നവര് എന്താ ചെയ്യേണ്ടത്? കണ്ടാൽ തന്നെ വെടിവെക്കണം എന്നാണ്. അതിനല്ലേ വേണ്ടത്? അതല്ലേ ക്ഷത്രധർമ്മം, രാഷ്ട്രധർമ്മം. അതാണ്. അവരെ കാണുന്ന സമയത്ത് അയ്യോ ഇവരെ വെടിവെച്ചിട്ടുണ്ട്, ഇവരുടെ ഭാര്യമാര് വിധവകളായി പോവില്ലേ, മക്കള് പട്ടിണിയായി പോയി വിചാരിച്ചാലോ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയോ? കഴിയില്ല. അതാണ് ധർമ്മം. അതാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത്. അവിടെ അർജുനന്റെ ധർമ്മം എന്താണ്? ആ പ്രവൃത്തിയാണ് ധർമ്മം. അത് യാതൊരു തെറ്റുമില്ല. യുദ്ധം ആത്യന്തികമായി തെറ്റാണ്, സംശയമൊന്നുമില്ല. അഹിംസ പരമോ ധർമ്മ, അഹിംസയാണ് പരമമായ ധർമ്മം, സംശയമില്ല. അഹിംസ തന്നെയാണ് പരമധർമ്മം. ധർമ്മത്തെ രക്ഷിക്കാൻ ഇടയ്ക്ക് എന്ത് വേണ്ടി വരും? അഹിംസയെ രക്ഷിക്കാൻ എന്ത് വേണ്ടി വരും? ചിലപ്പോൾ ഹിംസ വേണ്ടി വരും. അഹിംസയെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിരോധം മാത്രമാണ്. ഒരിക്കലും അങ്ങോട്ട് ആക്രമിക്കണം, നശിപ്പിക്കണം എന്നൊരു ഭാഗത്ത് പോലും വേദങ്ങളിൽ കാണില്ല, വേദ സംസ്കാരത്തിൽ കാണില്ല. പ്രസിദ്ധമായ ആശയം തന്നെ എന്താ? മാ ഹിംസീഹി പുരുഷം ജഗത്ത്. എല്ലാം ഈശ്വരനാണ്. അതുകൊണ്ട് ഒന്നിനെ നശിപ്പിക്കരുത്, വാക്കുകൊണ്ട് പോലും ഒന്നിനെ ഉപദ്രവിക്കരുത് എന്നാണ്. അഹിംസ എന്നുള്ളത് ഭഗവാൻ ഗീതയില് ഒരു തപസ്സായിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. ശാരീരികമായ തപസ്സില് അഹിംസ ബ്രഹ്മചര്യഞ്ച ശാരീരം തപ ഉച്യതേ എന്ന് കാണാം. ശരീരം കൊണ്ടുള്ള തപസ്സിൽപ്പെട്ടതാണ് അഹിംസ മുതലായതൊക്കെ. അഹിംസ തന്നെയാണ് വേണ്ടത്, സംശയമില്ലാത്ത കാര്യമാണ്. ഏതായാലും അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് പകരം ഇതൊന്നും നടന്നിട്ടില്ല, യുദ്ധം ഉണ്ടായിട്ടേ ഇല്ല, ഇതൊക്കെ വ്യാസം മനസ്സിൽ കണ്ട ഓരോരോ കഥകളാണ്, ഓരോരോ ആശയങ്ങളാണ്. അങ്ങനെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. വ്യാസം കണ്ടെത്തിയതായ ഓരോ സ്ഥലങ്ങളാണ്, ഇതൊക്കെ മനസ്സിലേ ഉള്ളൂ, ഒന്നും ലെവലേശല്ല. കുരുക്ഷേത്രവും എല്ലാം മനസ്സിലാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് പറഞ്ഞു വരുന്നത് 8 വിവാഹം ഭഗവാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ പിതാവ് മോശമാവരുതല്ലോ. അവിടെ അവസാനത്തെ വിവാഹമാണ് ദേവകിയുടെ, അല്ല വസുദേവരുടെ അവസാനത്തെ വിവാഹമാണ്. ആ വിവാഹത്തില് ദേവകിയോടുള്ള ആ താല്പര്യം കാരണം കംസൻ തന്നെ എന്ത് ചെയ്യാണ്? തേര് തെളിക്കുകയാണ്. തേര് തെളിച്ചു കൊടുക്കുന്നത് കംസൻ തന്നെയാണ്. സ്വസുപ്രിയ ചീർഷയാ. സാധാരണ സാരഥികളൊക്കെ അവിടെ ഉണ്ടാവും, അവരൊക്കെ മാറ്റി വെച്ച് കംസൻ തന്നെ വരികയാണ് തേര് തെളിക്കാൻ. അങ്ങനെ തേര് തെളിച്ചും കൊണ്ട് അങ്ങനെ പോകുന്ന സമയത്താണ് എല്ലാവർക്കും വളരെ സന്തോഷമായി. എന്താ കഥ? യുവരാജാവിനെ തേര് തെളിക്കുന്നു. അതിഗംഭീരമായ ഘോഷയാത്ര വസുദേവരുടെ ഗൃഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരശരീരി ഉണ്ടായി എന്നാണ്. അശരീരി ആരാ പറഞ്ഞത് നിശ്ചയില്ല, എവിടുന്നാ ഈ ശബ്ദം കേൾക്കുന്നത് എന്നറിയില്ല. എന്താ അശരീരി പറഞ്ഞത്? അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ. ഇവളുടെ 8ാമത്തെ ഗർഭം, കുട്ടിയെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇവളുടെ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനായി തീരുമെന്നാണ്. ഇത് കേൾക്കേണ്ട താമസം കംസൻ ഇത് തൊട്ട മുമ്പ് വരെ എങ്ങനെയായിരുന്നു? ദേവകിയോട് സ്നേഹം ഇതൊക്കെ കാണിച്ചും കൊണ്ടായിരുന്നു. ആ സ്നേഹമൊക്കെ അതോടുകൂടി കഴിഞ്ഞു. വേഗം ആ ശിരസിൽ തലമുടി കൊണ്ട് പിടിച്ചു. തലമുടി പിടിച്ച് മുമ്പിലേക്കാണ് നിർത്തി വെട്ടാനായിട്ട് വാളും കൊണ്ട് ഓങ്ങി. മുമ്പിൽ എന്താ സംഭവിക്കുന്നത് ആർക്കും നിശ്ചയില്ല. ഇതെന്താ കഥ? കുറച്ചു മുമ്പ് തന്നെ ദേവകി എന്നൊക്കെ വിളിച്ച ആളാണ് ഇപ്പം വെട്ടാനായിട്ട് വരുന്നു. ദേവകിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. അവസാനം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ദേവകിയെ രക്ഷിക്കണമല്ലോ. അതിനായി വസുദേവർ വിവാഹം കഴിഞ്ഞു, തൻ്റെ ഭാര്യയായിട്ടുണ്ട്, അവളെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് വസുദേവർ എന്ത് പറഞ്ഞു?
നീ ഇങ്ങനെ ചെയ്യരുത്. കംസനോട് പറഞ്ഞു. ശ്ലാഘനീയ ഗുണശൂരൈ, ആദ്യം പൊക്കി പറഞ്ഞു. അങ്ങ് കേമനാണ്, ശൂരന്മാരൊക്കെ എല്ലാ യാദവന്മാരും അങ്ങേപോലെ ആവാനായിട്ടാണ് വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ള താങ്കൾ ഒരു ദേവകിയെ, ഒരു സ്ത്രീയെ ഇങ്ങനെ വധിക്കുക, വിവാഹ സമയത്ത് സ്ത്രീയെ വധിക്കുക, അതും വിവാഹ സമയത്ത് സ്വന്തം സഹോദരിയെ വധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേക്ക് കളങ്കമാണ്. ആ കളങ്കം ഒരു കാലത്തും അങ്ങയിൽ നിന്ന് പോവില്ല. പിന്നെ അങ്ങെന്താ വിചാരിക്കുന്നത്? അങ്ങ് വിചാരിക്കുന്നത് ദേവകിയുടെ കുട്ടി കൊല്ലുന്നല്ലേ? എട്ടാമത്തെ കുട്ടി കൊന്നില്ലെങ്കിലും അങ്ങ് മരിക്കും, ഉറപ്പാണ്. മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായതേ അദ്യവ അബ്ദശതാന്തേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവ. ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ദേവകി മരിക്കും. ഏതൊരാൾക്കും മൃത്യുണ്ട്. മൃത്യുയോടുകൂടി നമ്മുടെ കൂടപ്പുറപ്പാണ് മൃത്യു. എന്നും സംഭവിക്കാം, ഏത് നിമിഷത്തിലും സംഭവിക്കാം. നഹി പ്രമാണം ജന്തൂനാം ഉത്തരക്ഷണ ജീവിതം. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് പോലും ആർക്കും പറയാൻ കഴിയില്ല. അതാണ് ലോകത്തിന്റെ കഥ. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ വസുദേവരോട് കംസൻ ചോദിച്ചു, ദേവകിയും എന്തെങ്കിലും മരിക്കല്ലോ, ഉറപ്പല്ലേ? ഉറപ്പാണ്. ഞാൻ ഇന്ന് കൊന്നില്ലെങ്കിൽ ദേവകി മരിക്കില്ലേ? മരിക്കും. എനിക്കിന്ന് കൊന്നൂടെ? എന്താപ്പ ചെയ്യാ? ന്യായം തന്നെ കംസങ്ങോടും ചോദിച്ചു. കുറെ ചിന്തിച്ചു, എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണല്ലോ. വസുദേവർക്കറിയാം, അശരീരി വാക്ക് സത്യമാണെങ്കിൽ ദേവകി ജീവിക്കണം, സംശയമില്ല. അശരീരി വാക്ക് യാഥാർത്ഥ്യമാണെങ്കിൽ ദേവകി ജീവിക്കണമല്ലോ. ദേവകി ജീവിക്കുകയാണെങ്കിലല്ലേ 8 കുട്ടികൾ ഉണ്ടാവുള്ളൂ. 8ാമത്തെ കുട്ടി ജനിച്ച് കംസനെ വധിക്കുള്ളൂ. അപ്പൊ എന്തായാലും ദേവകി ജീവിക്കും, ഉറപ്പാണ്. കുറെ ചിന്തിച്ചിട്ട് വസുദേവരൊരു ബുദ്ധി തോന്നി പറഞ്ഞു, ദേവകി അല്ലല്ലോ രാജൻ കൊല്ലുന്നത്. ദേവകിക്ക് ഉണ്ടാവുന്ന കുട്ടികൾ, അതിൽ 8ാമത്തെ കുട്ടിയല്ലേ കൊല്ലുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യാം? ദേവകി കുട്ടി ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി കുട്ടി ഉണ്ടാവുന്ന കുട്ടികളൊക്കെ അങ്ങേക്കായി സമർപ്പിക്കാം. അങ്ങ് വേണമെങ്കിൽ വളർത്തിക്കോളൂ, വേണ്ടെങ്കിൽ കൊന്നോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ഇത് കേട്ട സമയത്ത് കംസന് ഏകദേശം ഒരു ബോധം വന്നു. പിന്നെ തേര് തെളിക്കാനൊന്നും പോയില്ല. കാലങ്ങൾക്ക് ശേഷം ദേവകിക്കൊരു കുട്ടി ഉണ്ടായി. ഈ കുട്ടിയെയും കൊണ്ട് വസുദേവർ നേരെ കംസന്റെ അടുത്തേക്ക് വന്നു. കംസൻ പറഞ്ഞു, ഈ കുട്ടിയെ എനിക്ക് വേണമെന്നില്ല. പ്രതിയാതുകുമാരോയം നഹ്യസ്മാദസ്തി മേ ഭയം അഷ്ടമാദിവയോർഗർഭാത് മൃത്യുർമേ വിഹിതക്കില. ഈ കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ, 8ാമത്തെ കുട്ടിയെ ഇങ്ങോട്ട് തന്നാ മതി എന്ന് പറഞ്ഞു. കംസന്റെ സ്വഭാവം എപ്പോഴും മാറാന്ന് വസുദേവർക്ക് അറിയാം. ഏതായാലും രക്ഷപ്പെട്ടു വിചാരിച്ചു. രക്ഷപ്പെട്ടത് ഉറപ്പൊന്നുമില്ല, വഴിയേ വരാം. ഇപ്പം എന്താണ്, അമ്പിളിയമ്മോവനായും കൊണ്ടാണ്. 2 അമ്മമാരാണെന്നാ, നരിയമ്മോവനും അമ്പിളിയമ്മോവനും. ഇപ്പം എന്താണ്, അമ്പിളിയമ്മോവനായും കൊണ്ടാ. എപ്പോഴാ സ്വഭാവം മാറാൻ പറയാൻ പറ്റില്ല. തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ വഴിക്കില ചെന്ന കംസം വന്ന് കൊല്ലാം, ഒന്നും പറയാൻ കഴിയില്ല. ഏതായാലും ഈ കുട്ടിയെ കൂട്ടി നേരെ തിരിച്ച് തൻ്റെ സ്ഥലത്തേക്ക് തന്നെ വന്നു. അപ്പോഴാണ് നാരദൻ കംസന്റെ അടുത്തേക്ക് വന്നത്. നാരദൻ എന്താ വരാൻ കാരണം? ഭഗവാന്റെ അവതാരം വേഗത്തിലാക്കണം. മാത്രമല്ല, ഈ കുട്ടികൾ ഇവിടെ അധികം ജീവിക്കേണ്ടവരല്ല, ഒരു ശാപം കിട്ടിയ കുട്ടികളാണ്. അവരുടെ കർമ്മഫലം കുറച്ചേ അനുഭവിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ എവിടേക്ക് എത്തണം? ഭഗവത് പദത്തിലേക്ക് എത്തണം. അങ്ങനെ വേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നാരദൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു, അതേ കംസ, ഈ 8ാമത്തെ കുട്ടി ഏതും ആവട്ടോ. അങ്ങയെ നശിപ്പിക്കാനായിട്ട് ദേവന്മാരൊക്കെ ഇവിടേക്ക് അവതരിക്കുന്നുണ്ട്. ആ അവതാരത്തിലുള്ള ഒരുവനായിരിക്കാം ഈ കുട്ടികളൊക്കെ, ആദ്യത്തെ 1ാമത്തെയും 2ാമത്തെയും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ, അങ്ങ് ഏതും 8ാമത്തെ കുട്ടിയാവാം, അല്ലെങ്കിൽ 8ാമത്തെ കുട്ടിയെ സഹായിക്കുന്നവരായിരിക്കാം ഇവരെല്ലാവരും. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ, ഇവരെ എങ്ങനെയെങ്കിലും ശേഷം നശിപ്പിച്ചോളൂ, ഇല്ല അങ്ങനെ കാര്യം കഷ്ടത്തിലാവും എന്ന് പറഞ്ഞു. ഇങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു, ഇത് 5 വിരലുണ്ട്, ഇതിലേതാ 5ാമത്തെ വിരല്? ഏതാ 5ാമത്തെ വിരല്? ഇതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണാച്ചാ ഇതാണ്, അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിലോ ഇതാണ്. ഏതും ആവാന്ന് പറഞ്ഞു നാരദൻ. ഇത് കേൾക്കേണ്ട താമസം കംസൻ പിന്നെ ജനിക്കുന്ന കുട്ടികളെയൊക്കെ അങ്ങോട്ട് കൊന്നു എന്നാണ്. ഇനിയും കുട്ടികളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ദേവകിയെയും വസുദേവരെയും ഒരു ജയിലിലാക്കി. ആ സമയത്ത് ദേവകി ഗർഭിണിയാണ്. ഭഗവാൻ യോഗമായാദേവിയോട് പറഞ്ഞു, ദേവി, ഈ ഗർഭത്തെ വേഗം എടുത്തിട്ട് വസുദേവരുടെ വേറൊരു ഭാര്യ രോഹിണി, ആ രോഹിണിയിലേക്ക് ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്ക് പല പല പേരുകളുണ്ടാവും. ദുർഗേതി, ഭദ്രകാളീതി, വിജയ, വൈഷ്ണവീതി ച. ദുർഗ, ഭദ്രകാളി, വിജയ മുതലായ പേരുകളിലൊക്കെ അമ്മ അറിയപ്പെടും. അങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ പറയാണ്. ഭഗവാൻ പറഞ്ഞാൽ പിന്നെ ഭഗവാൻ അങ്ങനെ വിചാരിച്ച് സാധിക്കാത്തതായിട്ട് എന്താ ഉള്ളത്? പ്രപഞ്ചത്തെ തന്നെ രക്ഷിക്കുന്നതാരാ? ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഈ കുട്ടിയെ രക്ഷിക്കാൻ പ്രയാസമുണ്ടോ? വേഗം അതുപോലെയൊക്കെ എടുത്തിട്ട് രോഹിണിയുടെ ഗർഭത്തിൽ കൊണ്ടുപോയിട്ടാക്കി.
ഈ സമയത്ത് ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്നുള്ളൊരു പ്രസ്താവം അവിടെ ഉണ്ടായി. അഹോ വിശ്രംസിതോ ഗർഭ ഇതി പൗരാഭിചുക്രുശു, ഇങ്ങനെ പൗരന്മാരൊക്കെ പറഞ്ഞു എന്നാണ്. അപ്പൊ ആകെ ബുദ്ധിമുട്ടായതാരാ? കംസനാണ്. 8ാമത്തെ ഗർഭം വധിക്കുന്നാണ് പറഞ്ഞത്. ഇനി വരാൻ പോകുന്നതിനെ 8ാമതായിട്ട് കൂട്ടണോ അതോ 7ാമതായി കൂട്ടണോ, എന്താ വേണ്ടത് മനസ്സിലാവാതെ പോയി കംസന്. മേലെ ഉണ്ടാവുക ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതിന് 8ാമതായിട്ട് കൂട്ടണോ അതോ 7ാമതായി കൂട്ടണോ, ഏതാണ് അന്തകൻ ഒന്നും മനസ്സിലാവാതെ വല്ലാത്തൊരു മായ പ്രയോഗിച്ചും കൊണ്ട് ആ ഭഗവാന്റെ അവതാരം തന്നെ അതികഠിനം വലിയൊരു മായ ഭഗവാൻ കംസനെ നേർക്കാണ്ട് പ്രയോഗിച്ചു. ഭഗവാന്റെ മായയുടെ മുമ്പിൽ കംസന്റെ മായയ്ക്കൊന്നും യാതൊരു സ്ഥാനവും ഇല്ല. അത്ര വലിയ മായയാണ് ഈശ്വരന്റെ മായ. ആ മായയിലാണ് ലോകം മുഴുവൻ മോഹിച്ചു പോകുന്നത്. കംസന്റെ മായയ്ക്കൊന്നും ഭഗവാന്റെ മായയോടെത്താൻ കഴിയില്ല എന്ന് അർത്ഥം. ഏതായാലും ഭഗവാനോ ആ ദേവകിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു എന്നാ പറഞ്ഞത്. ദേവകിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ദേവകിയുടെ ഉള്ളിലും ആരുണ്ട്? ഭഗവാനുണ്ട്. പുറത്തും ഭഗവാനുണ്ട്. പ്രവേശിക്കാനൊന്നുമില്ല. എങ്കിലും കഥയിൽ എന്ത് പറയാം? ദേവകിയിലേക്ക് പ്രവേശിച്ചു. ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചതോടുകൂടി സാ ദേവകി സർവജഗൻ നിവാസഭൂത വിതരാം നരേജേ. ഭഗവാൻ അവിടെ പ്രവേശിച്ചിട്ടെങ്കിലും നല്ല തേജസ്വൊക്കെ ദേവകിയിൽ ഉണ്ടെങ്കിലും ആ തേജസ്സൊന്നും പുറത്തേക്ക് കണ്ടില്ല എന്നാണ്. കാരണം എവിടെ ആയിരിക്കുന്നു? കംസന്റെ കാരാഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലായില്ല. ഭോജേന്ദ്രഗേഹേ അഗ്നിശിഖേ വരുദ്ധ സരസ്വതി ജ്ഞാനഖലേ യഥാസതി. അറിവ് ജ്ഞാനഖലനിലെത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയായി പോയി എന്നാണ്. ജ്ഞാനഖലൻച്ചാലോ ആരാ? അറിവ് നന്നായിട്ടുണ്ടാവും, തൻ്റെ അറിവൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അവനാണ് ജ്ഞാനഖലൻ. അങ്ങനെയുള്ളവരിലേക്ക് അറിവ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ആയി തീർന്നു. ദേവകി നന്നായി പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ അവിടെ ഉണ്ടെങ്കിലും ആ ഭഗവാന്റെ തത്വം അവിടെ ഉള്ളവർക്കൊന്നും അറിയാൻ സാധിച്ചില്ല എന്നാണ്. അവിടെ ഭഗവാൻ ഉണ്ടായിട്ട് കംസന്റെ ഭൃത്യന്മാരൊന്നും അറിഞ്ഞതേ ഇല്ല. ആര് വന്നപ്പോഴാ കംസന്റെ ഭൃത്യന്മാരൊക്കെ എഴുന്നേൽക്കുന്നത്? മായ വന്നപ്പോഴാ എഴുന്നേൽക്കുന്നത്. ഈ പറയാൻ പോകുന്നുണ്ട്. മായാദേവി വന്നതിന് ശേഷമാണ്. മായ വന്നപ്പോഴാ. ബ്രഹ്മം അവിടെ ഉണ്ടായിരുന്നേ, അവർ എഴുന്നേറ്റില്ല, ഭഗവാനെ കണ്ടില്ല. മായയുടെ കരച്ചിൽ കേട്ടപ്പോഴാണ് അവിടെയുള്ള ഭൃത്യന്മാരൊക്കെ എഴുന്നേൽക്കാൻ പോകുന്നത്. അതാണ് പറയുന്നത്. കംസൻ വന്നു. കംസനും അത്ഭുതപ്പെട്ടു പോയി. ഇതാരാണിത്? അയ്യോ, ഏതോ ഒരു ചെകുത്താൻ ദേവകിയിനുള്ളിൽ കടന്നുകൂടിയുണ്ടല്ലോ. ഒരു ഹരി, എന്നെ കൊല്ലുന്നവനായ പ്രാണഹരോ ഹരിർഗുഹാം, പ്രാണഹരനായ ഹരി ഈ ദേവകിയുടെ ഗർഭത്തിൽ എത്തിയിട്ടുണ്ടല്ലോ. അതായി കംസന്റെ ചിന്ത. അവിടെ ഹരിന്ന് വ്യാസമഹർഷി വിശേഷിപ്പിച്ചത് വളരെ അന്വർത്ഥമാക്കി കൊണ്ടാണ്. ഹരീച്ച സിംഹം എന്നും കൂടി അർത്ഥമുണ്ട്. ഈ കംസനെ വിശേഷിപ്പിക്കുന്നത് 10,000 ആനയുടെ അത്ര ശക്തിയുള്ളവെന്നാണ്. ആനയെ മെരിക്കാൻ ആർക്കേ കഴിയുള്ളൂ? സിംഹത്തിനേ കഴിയുള്ളൂ. ഒരൊറ്റ സിംഹേ വേണ്ടു. മസ്തകത്തിന്റെ മുളകെ അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ആനയുടെ കാര്യം കഷ്ടായി. സിംഹം മാത്രമേ വേണ്ടുവേ ആനയെ നശിപ്പിക്കാൻ. അപ്പൊ അത്രയൊക്കെ ശക്തിയുള്ളവനാണെങ്കിലും ഈ സിംഹം, ഹരിയാകുന്ന ഈ സിംഹം കൊണ്ട് വന്നാൽ, അല്ലെ സിംഹം വന്നാൽ എന്റെ കഥ കഴിയല്ലോ. ഇങ്ങനെ ചിന്തിച്ചും കൊണ്ട് ആസീന സംവിശൻ തിഷ്ഠൻ ഭുഞ്ചാന പര്യടൻ മഹീം, ഏത് സമയത്തും ഭഗവാനെ തന്നെ വിചാരിച്ചും കൊണ്ട് ചിന്തയാനോ ഹൃഷീകേശം അപശ്യൽ തന്മയം ജഗത്. ഭഗവാൻ തന്നെ ആയി തീർന്നതാ. എല്ലാം ഭഗവാൻ തന്നെ. ഭഗവാനെ കുറിച്ചുള്ള വിചാരം മാത്രമേ കംസനുള്ളൂ. അന്തകൻ, കൃഷ്ണൻ എൻ്റെ അന്തകൻ, അന്തകൻ, ആ വിചാരത്തോടു കൂടി കംസൻ അങ്ങനെ ഇരുന്നു എന്നാണ്. എങ്ങനെയായാലും മതി, ഭയത്തോടു കൂടി ആയാലും മതി. ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഭഗവാനെ വിചാരിക്കണമെന്നേ ഉള്ളൂ. ആലിന്റെ ചോട്ട് പോയിട്ടിരുന്നാൽ ആല് വളരെ മോശമാണ്, ആല് കള്ളനാണ്, ആല് മഹാ അപകടമാണ്, ആലിനെ കൊണ്ടൊരു ഗുണമില്ല, ഇങ്ങനെ പറഞ്ഞാലും എന്തുണ്ടാവും? ആലിൽ നിന്നുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും. ആലിൽ നിന്നുള്ള ഓക്സിജൻ കിട്ടും, അതിൻ്റെ കാറ്റ് നമുക്ക് അനുഭവിക്കാം. ആല് മോശമെന്ന് പറഞ്ഞാലും ആലിനോട് പേടി ഉണ്ടായിട്ടിരുന്നാലും ആലിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഭഗവാനോട് എതിർപ്പുണ്ടായിട്ടാണെങ്കിലും ഭഗവാനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഏന കേനപ്രകാരേണ മനകൃഷ്ണേ നിവേശയേത്, മനസ്സിൽ ഭഗവത് ചിന്ത ഉണ്ടായാൽ ആ ഗുണം ഉണ്ടാവും എന്നർത്ഥം. അങ്ങനെ ഭഗവാൻ ജനിക്കേണ്ട സമയമായി. ആ സന്ദർഭം വന്ന സമയത്ത് ബ്രഹ്മാഭവസ്തത്രൈത്യ മുനിഭിർനാരദാദിഭി ദേവൈ സാനുചരൈ സാകം ഗീർഭിർവൃഷണമയിടയൻ. ഭഗവാനെ സ്തുതിക്കാനായിട്ട്, ഭഗവാനെ ആ ജന്മം കൃതാർത്ഥത, ഭഗവാനോടുള്ള കൃതാർത്ഥത ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അങ്ങ് ഇവിടെ വന്നത് കൊണ്ടാണ്, വരാൻ പോവുകയാണ്, വന്നാൽ ഭൂമിയുടെ ഭാരമൊക്കെ തീരും, അതിനായിട്ട് അങ്ങ് ജനിക്കാൻ പോവുകയാണ്, നിങ്ങളോടുള്ള ആ വാക്കിനങ്ങ് സത്യമാക്കുകയാണ്, അങ്ങ് സന്തോഷമായി എന്ന് കാണിക്കാൻ ദേവന്മാരെല്ലാവരും അവിടെ ഇങ്ങനെ വന്നു എന്നാണ്. ബ്രഹ്മാവുണ്ട്, ശിവനുണ്ട്, നാരദാദി മഹർഷിമാരുണ്ട്. അവരെല്ലാവരും ആ ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെ ഗംഭീരമായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുകയാണ്. മനസ്സിലാക്കണം, ഭാഗവതത്തിലുള്ള ഓരോരോ സ്തുതി എന്താണ്? വേദാന്ത സാരമാണ്.
ഓരോരോ സ്തുതികളിലും വേദാന്ത തത്വങ്ങൾ കാണാൻ കഴിയും. എന്താ അവിടെ പറഞ്ഞത്? സത്യം വ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. അങ്ങ് സത്യവ്രതനാണ്, സത്യത്തെ വ്രതമാക്കിയെടുത്തവനാണ്. അങ്ങ് അവതരിക്കാന്ന് പറഞ്ഞു, ഇപ്പൊ അവതരിക്കേ. സത്യത്തെ വ്രതമാക്കിയെടുത്തവനാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അങ്ങാണ് പരമമായ സത്യം, പരം സത്യം. അങ്ങാണ്, ഈശ്വരനാണ് പരമമായ സത്യം. ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറയും. ഈശ്വരൻ എന്താണ്? സത്യമാണ്. ഇനി തിരിച്ചും പറയാം, ട്രൂത്ത് ഈസ് ഗോഡ്. ട്രൂത്ത് എന്താണ്? ഈശ്വരൻ മാത്രാണ്. നമ്മളൊക്കെ ഇല്ല എന്ന് പറയാൻ വയ്ക്കുവോ? ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ അതാ ഇവിടെ വിളക്കുണ്ട്, ഇവിടെ ഉണ്ടായി വിളക്ക് ഉണ്ടായി, മുന്നിലൊരു വിളക്കുണ്ട് വിചാരിച്ചോളൂ. വിളക്കുണ്ട്. വിളക്കിന്റെ സത്യം എന്താണ്? വിളക്കുണ്ട്. വിളക്കിന്റെ ഉണ്മ എന്തിലാണ്? ഓടിലാണ് വിളക്കിന്റെ ഉണ്മ. ഒരു മണ്ണിനെ കൊണ്ടൊരു പാത്രം ഉണ്ടാക്കി നമ്മളെന്താ പറയാ? മൺപാത്രം ഉണ്ട് എന്ന് പറയും. മൺപാത്രത്തിന്റെ ഉണ്മ എന്താ? മണ്ണാണ്. ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ എന്തിലാണ് നിൽക്കുന്നത്? ഉണ്മയിലാണ് നിൽക്കുന്നത്. അതാണ് പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥത്തിൽ എന്തിന്റെ മുകളിലാ? ഉണ്മയുടെ മുകളിലാണ്. ഈ ഉണ്മയെ തന്നെയാണ് ഉപനിഷത്ത് ഈശ്വരൻ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ബ്രഹ്മം എന്നും പരമാത്മാ എന്നും ഭഗവാൻ എന്നും ഇങ്ങനെ വിവിധങ്ങളായ പേരുകളിൽ വിളിക്കുന്നത്. ആ ഈശ്വരനിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ സത്യമായി നിൽക്കുന്നത് എന്നർത്ഥം. ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നിരാകരിക്കല്ല, അല്ല പ്രപഞ്ചം ഇല്ല എന്ന് പറഞ്ഞ് നിരാകരിക്കല്ല. പ്രപഞ്ചമുണ്ട്, നമ്മൾ കാണും പോലെയല്ല ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം എന്താണ്? ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം, ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം. ഈശ്വരനിലാണ്, ബ്രഹ്മത്തിലാണ് ഈ പ്രപഞ്ചം ഉള്ളതായിട്ടിരിക്കുന്നത്. അപ്പൊ പരമമായ സത്യം എന്താണ്? അവിടുന്നാണ്. അങ്ങാകുന്ന സത്യത്തിലാണ് ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് സത്യമായിട്ട് ഇരിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. ശങ്കരാചാര്യസ്വാമികൾ പ്രപഞ്ചം ഇല്ല എന്ന് പറഞ്ഞു, ഇതില്ലാത്തതാന്ന് പറയല്ല. അങ്ങനെ എല്ലാ ആചാര്യസ്വാമികളും പറഞ്ഞത്. ഇതിൻ്റെ ഒരു പേരും കൂടി കൊടുത്തിട്ടുണ്ട് ശങ്കരാചാര്യസ്വാമികൾക്ക്. ഇല്യൂഷനിസ്റ്റ് എന്നാ പറയാ, മായാവാദി എന്നാണ്. ഇല്യൂഷനിസ്റ്റ്, ഇത് മായയാണ്, ഇതൊന്നും ഇല്ലാത്തതാണ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ശങ്കരാചാര്യസ്വാമികൾ ആശയത്തെ എതിർക്കാനായിട്ട് അവർക്ക് വേദാന്തികൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് വിശപ്പില്ലേ, അവർക്ക് ദാഹമില്ലേ, എന്നിട്ട് ഇതൊക്കെ ഇല്ലാന്നും പറയും. ഇതൊന്നും ഇല്ല എന്നല്ല ആചാര്യസ്വാമികൾ പറഞ്ഞത്. ഇവിടെ സപ്താഹം നടക്കുന്നില്ലേ? ഉണ്ട്. പ്രഭാഷണം നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ്? ബ്രഹ്മമാണ്. ബ്രഹ്മത്തിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥത്തില് ആചാര്യൻ ആരല്ല? മായാവാദിയല്ല, മറിച്ച് ആരാ? ബ്രഹ്മവാദിയാണ്. മായാവാദിയല്ല, മറിച്ച് ആരാണ്? ബ്രഹ്മവാദിയാണ്. നമ്മൾ കാണും പോലെയല്ല ഈ ജഗത്ത് എന്നർത്ഥം. ഇങ്ങനെയല്ല. അപ്പൊ ഈ ഗ്ലാസ് കണ്ടു, ഇത് ഗ്ലാസ് ഞാൻ പറയുന്നു, ഇതൊരു പേര് മാത്രമാണ്. ഈ ഗ്ലാസ്സിൽ എന്താ ഉള്ളത്? ഭൗതികവാദികൾ പറയും ഒരു ദ്രവ്യമാണ് എന്ന് പറയും. ഇതൊക്കെ ദ്രവ്യമാണ്. ദ്രവ്യത്തിലാണ് ഈ ഗ്ലാസ് നിൽക്കുന്നത്. ദ്രവ്യം എന്തിലാണ് നിൽക്കുന്നത്? ദ്രവ്യം ഉണ്മയിലാണ് നിൽക്കുന്നത്. ദ്രവ്യം ഉണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പൊ ദ്രവ്യം എന്തിലാണ് നിൽക്കുന്നത്? ഉണ്മയിലാണ് നിൽക്കുന്നത്. എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്. ഈ ബുദ്ധിയും മനസ്സും എല്ലാം എന്തിലാണുള്ളത്? ഉണ്മയിലാണുള്ളത്. നീ പറയുകയാണെങ്കിൽ ഇല്ലായ്മയാണെന്ന് പറഞ്ഞാലോ, ഇല്ലായ്മ എന്തിലാണുള്ളത്? ഉണ്മയിലാണ്. ഇല്ലായ്മ ഉണ്ടല്ലോ. ഇല്ലായ്മ എന്തിലാ? ഇല്ലായ്മ ഉണ്മയിലാണ്. അങ്ങനെയാ പറയുന്നുള്ളൂ. ഇതില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കല്ല എന്നർത്ഥം. ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഈശ്വരനാണ്. ഇതെല്ലാം നേരത്തെ പറഞ്ഞല്ലേ, ഇത് സർവം യഥയമാത്മാ. ഇതെല്ലാം എന്താണ്? ബ്രഹ്മം തന്നെ. അങ്ങനെയുള്ള അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിക്കാനായി പല രൂപത്തിലും വന്നു. മത്സ്യമായിട്ട് വന്നു. മത്സ്യാശ്വകച്ഛവ നൃസിംഹ വരാഹംസ രാജന്യ വിപ്രവിബുധേഷു കൃതാവതാര. മത്സ്യമായും കൂർമ്മമായും വരാഹമായും രാജാവായിട്ട് രാമനായിട്ടും ഇങ്ങനെ പല രൂപത്തിൽ അങ്ങ് ഭൂമിയെ രക്ഷിക്കാൻ, പ്രപഞ്ചത്തെ രക്ഷിക്കാൻ, ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് വന്നു. ഈ രൂപത്തിൽ മാത്രമല്ല, ഏത് രൂപത്തിലും വരാ ഭഗവാൻ. അവതാരം 4 കൈകളോടുകൂടി മാത്രമേ വരാവൂന്നൊന്നുമില്ല. മന്ന വസ്ത്രം ധരിച്ചും കൊണ്ടേ ആകാവൂന്നില്ല. ആസുരിക ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ പല ഭാവത്തില്, ചിലപ്പോൾ പ്രകൃതിക്ഷോഭമായിട്ടായിരിക്കാം, എങ്ങനെ വേണമെങ്കിൽ ഭഗവാന്റെ അവതാരം ഉണ്ടാവാന്നർത്ഥം. ഇതിലൂടെയൊക്കെ അങ്ങെന്താ ചെയ്യുന്നത്? ധർമ്മത്തെ ത്വംപാസിനസ്ത്രിഭുവനം ച, ധർമ്മത്തെയും ഈ ഭൂമിയെയും അങ്ങ് രക്ഷിക്കുകയാണ്. ഇനി അങ്ങയുടെ അവതാരം എന്തിനായിട്ടാ? ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ്, സത്യത്തെ രക്ഷിക്കാനായിട്ടാണ്, നീതിയെ രക്ഷിക്കാനായിട്ടാണ് അങ്ങയുടെ അവതാരം നടക്കാനായിട്ട് പോകുന്നത്. ആ അവതാര കഥകളും അവതാര തത്വങ്ങളൊക്കെ കാണാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ്
അഥ സർവഗുണോപേതകാല, സർവഗുണോപേതമായ വിശിഷ്ടമായ ഒരു കാലം അങ്ങനെ വന്നു. പരമശോഭനമായ കാലം. ആ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അന്ന് ബ്രഹ്മദേവന്റെ നക്ഷത്രമായിരുന്നു രോഹിണി, ശിവന്റെ പക്കവും കൂടിയായിരുന്നു അഷ്ടമി. ഇത് രണ്ടും കൂടും ചേർന്ന ദിവസം. ദിശപ്രസേതുർഗഗനം, ദിക്കുകളൊക്കെ വളരെ ഭംഗളമായിട്ട് പ്രസാദിച്ചു. നിർമ്മലോടുഗണോദയം, ആകാശത്ത് ചന്ദ്രൻ, നക്ഷത്രങ്ങള് ഇതൊക്കെ വളരെ മനോഹരമായിട്ട് അങ്ങനെ ശോഭിച്ചു എന്നാണ്. ശരിക്കും അഷ്ടമി ദിവസം ചന്ദ്രൻ പൂർണ്ണനായും കൊണ്ട് വരില്ല. ചന്ദ്രന് തോന്നുകയാണ് തൻ്റെ വംശത്തിലല്ലേ ജനിക്കാൻ പോകുന്നത് ഈ ഭഗവാൻ, ആ സമയത്ത് ഞാൻ പകുതിയായിട്ട് തന്നാ മോശല്ലേ. ആ ചന്ദ്രൻ എന്ത് ചെയ്തു? പരിപൂർണമായും കൊണ്ട് അങ്ങനെ ശോഭിച്ചു എന്നാണ്. മാത്രമല്ല, ഏത് ഭഗവാൻ അവിടെ ജനിക്കാൻ പോകുന്നത്? ജ്യോതിഷാം അപി തജ്ജ്യോതി, ജ്യോതിഷ് ചക്രങ്ങൾക്ക് പോലും ജ്യോതിസായിരിക്കുന്ന ആ ഭഗവാൻ. എണ്ണം നാണിച്ചു നിൽപ്പോരിരവിമതി തുടർന്നുള്ള ഗോളങ്ങളെല്ലാം ഉണ്ണിക്കൈ കൊണ്ടുരുട്ടുന്നൊരു വിധം അരുമക്കന്തുക ക്രീഡയാടി എന്ന് കുമാരനാശാൻ പറയും. ചന്ദ്രനും സൂര്യനൊക്കെ നാണിച്ചു പോകുന്ന ഈ ഗോളങ്ങളെ ഏതൊരു ശക്തിയാണോ ചേർത്ത് കോർത്ത് ഒന്നാക്കി നിർത്തുന്നത്, ആ ശക്തിയാണ് ഇവിടുത്തെ കൃഷ്ണൻ എന്നുള്ള പേരോടുകൂടി ഒരു രൂപത്തെ കൈക്കൊണ്ടും കൊണ്ട് ജനിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പകുതി എന്നാ മോശമല്ലേ, ചന്ദ്രൻ പൂർണ്ണനായും കൊണ്ട് അങ്ങനെ നിന്നു എന്നാണ്. അങ്ങനെയുള്ള ആ സമയത്ത് നല്ല സന്ദർഭത്തിൽ ദേവന്മാരൊക്കെ ഗംഭീരമായിട്ട് പാട്ടുകളൊക്കെ പാടി, അപ്സരസ്സുകളൊക്കെ നൃത്തം ചെയ്തു, സ്തുതിഗീതങ്ങളൊക്കെ ചൊല്ലി. ഇങ്ങനെയുള്ള ആ സമയത്ത് ഭഗവാൻ ഇതാ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ. ദേവകിയുടെ ഉള്ളിൽ മാത്രമല്ല വിഷ്ണു, വ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ് അർത്ഥം. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നവനാണ്. എല്ലാ ഗുഹകളിലും എല്ലാ ശരീരങ്ങളിലും ആരുണ്ട്? ഭഗവാനുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാൻ ആവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലഃ. കിഴക്കേ ഭാഗത്ത് ചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ, എന്താ ആ ഭാഗവത്തിൽ ഉപമ? കിഴക്കേ ഭാഗത്ത് ചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ ആ ദേവകിയുടെ സമീപത്തായി ഭഗവാൻ അങ്ങനെ ഉദിച്ചു വന്നു എന്നാണ്. ദേവകി ജനിപ്പിച്ചു എന്നും പറഞ്ഞിട്ടില്ല. ദേവകിയുടെ അടുത്തായി ആ ചന്ദ്രനെ കാണും പോലെ ആ ഭഗവാൻ അങ്ങനെ കണ്ടു. ആ കണ്ട ഭഗവാൻ എങ്ങനെയായിരുന്നു? തമത്ഭുതം ബാലകമംബുജേക്ഷണം. അത്ഭുതം ബാലകം, അത്ഭുത ബാലകനായിരുന്നു. വേദവ്യാസ മഹർഷി കരുതി കൂട്ടി തന്നെയാന്ന് തോന്നുന്നു ഈ ഉപമ പ്രയോഗിച്ചത്. കാരണം ഭഗവാന്റെ കഥകളിലൊക്കെ എന്താ ഉള്ളത്? അത്ഭുതമേ ഉള്ളൂ. കൽത്തുറുങ്കിന്നകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാത്താളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഘനാഘനം ചെയ്ത കാര്യം സകലവും ജഗന്മോഹനമോഹനം. ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന അങ്ങനെയുള്ള കർമ്മങ്ങളെ ഭഗവാന്റെ ഭാഗത്തുനിന്നുണ്ടായുള്ളൂ. 4 കൈകള്, ശംഖചക്ര ഗദാപത്മങ്ങളായ ആയുധങ്ങള്, ഇങ്ങനെയുള്ള ആ കാർമേഘത്തിന്റെ നിറത്തോടുകൂടിയ ആ അതുപോലുള്ള കറുപ്പ് നിറം, ഇങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെ വസുദേവർ കാണുകയാണ്. വസുദേവർ പറഞ്ഞു, എനിക്ക് മനസ്സിലായി അങ്ങ് ആരാണെന്ന്. പ്രകൃതേപ്പരാ, പ്രകൃതിക്കും അപ്പുറത്തുള്ള സാക്ഷാൽ ഈശ്വരനാണ് അവിടുന്ന്. അങ്ങയെ എങ്ങനെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ? കേവല അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ദൃക്. അനുഭവിക്കുമ്പോൾ മാത്രമേ അങ്ങ് ആരാന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അനുഭവിച്ചാൽ അത് മനസ്സിലുള്ള അനുഭവമല്ല. മനസ്സ്, ബുദ്ധി ഇതെല്ലാം ഏതൊന്നിൽ വർത്തിക്കുന്നുവോ ആ വർത്തിക്കുന്ന ആത്മാവിൽ തന്നെ ഇതെല്ലാം എത്തിച്ചേർന്നാൽ, ഇതൊക്കെ അസ്തമിച്ച് മനസ്സും ബുദ്ധിയും എല്ലാം എന്താവണം? ആത്മാവിനാൽ മൂടപ്പെടണം. അങ്ങനെ മൂടപ്പെട്ട അവിടെ എന്തേ ഉള്ളൂ? ഒന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പറയാൻ കഴിയില്ല. അത് അനുഭവവേദ്യം. ആ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. വാക്കിന് വർണ്ണിക്കാൻ കഴിയുന്നതല്ല എന്നർത്ഥം. ലൗകികമായ സുഖങ്ങളൊക്കെ മനസ്സിനെ കൊണ്ടാണ് അനുഭവിക്കുന്നത്. ആ ഒരു അനുഭവമല്ല ഈശ്വരാനുഭവം. അതെന്താണെന്ന് അവിടെ എത്തുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയവനാണ് അവിടുന്ന്. അങ്ങയുടെ തത്വമാണ്, അങ്ങ് തന്നെയാണ് പലതുകളായും ഇവിടെ കാണുന്നത്. ഒന്ന് തന്നെയാണ് ഇവിടെ പലതായി തീരുന്നത് എന്നാണ്. എന്നർത്ഥം എന്താണ്? പലതുകൾക്കും പിന്നുള്ളത് എന്താ? ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ഗംഭീരമായിട്ട് വസുദേവരെ സ്തുതിച്ചു. ദേവകിയും പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഈ രൂപം കാണാൻ സാധിച്ചത് അവ്യക്തം, വ്യക്തമല്ലാത്ത ആ രൂപം, അതാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. വ്യക്തമല്ല അങ്ങ് യഥാർത്ഥത്തില്. ബ്രഹ്മം എന്നുള്ള നിലയ്ക്ക് അങ്ങാരല്ല. കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. അങ്ങനെയുള്ള അങ്ങതാ ഒരു രൂപത്തോടു കൂടി ഇപ്പതാ എൻ്റെ മുമ്പിലെത്തി. എന്ത് പറയാനാ? സത്താ മാത്രം നിർവിശേഷം നിരീഹം
സത്താ മാത്രം, എല്ലാറ്റിൻ്റെയും ഉണ്മയാണ് അവിടുന്ന്, സത്താണങ്ങ്. അങ്ങനെയുള്ള ഭഗവാൻ മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ അസ്തമിച്ചാലും അങ്ങയ്ക്ക് നാശമുണ്ടോ? അങ്ങയ്ക്ക് നാശമില്ല. അങ്ങയിലാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, അങ്ങയിൽ തന്നെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, അങ്ങയിൽ തന്നെയാണ് ഈ പ്രപഞ്ചം ആയിത്തീരുന്നതും. ഇതെല്ലാം പ്രപഞ്ചം മുഴുവൻ നശിച്ചാലും എന്തേ ഉള്ളൂ? അങ്ങ് തന്നെയുള്ളൂ. ഇങ്ങനെ കേമായിട്ട് സ്തുതിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനായിട്ട് ഇതിന് മുമ്പും ജനിച്ചിട്ടുണ്ട് 2 തവണ, ഇപ്പൊ ദാ 3ാമത്തെ തവണയാണ് ജനിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ജനിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? യുവാ അമ്മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃൽ. എന്നെ കേവലം പുത്രനായിട്ട് മാത്രം കാണാതെ എങ്ങനെയും കൂടി കാണണം, ബ്രഹ്മമായിട്ടും കൂടി കാണണം, ബ്രഹ്മമായിട്ടും കൂടി മനസ്സിലാക്കണം. ഞാൻ ആരാണ്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമായിട്ടും കൂടി കാണണം എന്നർത്ഥം. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് എവിടേക്ക് എത്താൻ കഴിയും? എൻ്റെ അടുത്തേക്ക് എന്നെ എത്താൻ സാധിക്കും, എന്നെ പ്രാപിക്കാൻ കഴിയും. നമ്മളോടും കൂടിയുള്ള ഉപദേശമാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു മനുഷ്യനല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഒരു മനുഷ്യനായിട്ട് മാത്രം ഭഗവാനെ കാണരുത്. ഭഗവാൻ ഗീതയിലൊക്കെ എന്നെ പ്രാപിക്കണം, എന്നെ പ്രാപിക്കണം എന്ന് പറയും. എന്നെ പ്രാപിക്കുക എന്ന് പറയുമ്പം കേവലം ഈ ശ്രീകൃഷ്ണ രൂപത്തോടു കൂടിയ ഈ പേരോട് കൂടിയ ഒരു ശക്തിയിലേക്ക് എത്തണം എന്നാണോ ഭഗവാൻ ഉദ്ദേശിച്ചത്? അതല്ല. ഈ ശക്തി എന്തിന്റെ പ്രതീകമാണ്? ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. ഇതൊരു രൂപം മാത്രമാണ്. കൃഷ്ണൻ എന്നുള്ളതൊരു പേര്, ഒരു രൂപം, ഒരു വിഗ്രഹം മാത്രമാണ്. ഈ വിഗ്രഹത്തിലൂടെ എവിടേക്കാണ് എത്തേണ്ടത്? പരബ്രഹ്മത്തിലേക്കാണ് എത്തേണ്ടത്. ഏത് വിഗ്രഹത്തെ വേണേ അവിടെ വെക്കാം. കൃഷ്ണസ്ഥാനത്ത് രാമനെ വെക്കണോ? രാമനെ വെക്കാം. വിഷ്ണുവിനെ വെക്കണോ? വിഷ്ണുവിനെ വെക്കാം. പരമശിവനെ വെക്കണോ? ആരെ വേണമെങ്കിലും വെക്കാം. ആ ഭാവത്തിലൂടെ എവിടേക്ക് എത്തണം? ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നുള്ള തലത്തിലേക്ക് എത്തണം. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് എന്നിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ഒരു ചെറിയൊരു കുട്ടിയായിട്ടിരുന്നു എന്നാണ്. ആ കുട്ടിയെയും കൊണ്ട് വസുദേവര് നേരെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നന്ദഗോകുലത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. വഴിയിൽ യമുനാനദി ഇങ്ങനെ ഓളം കെട്ടിക്കൊണ്ടിരിക്കുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനോട് കണ്ടില്ലേ, മാർഗം ദദൗ സിന്ധുരിവശ്രിയപ്പതേ, നദി 2ആയിട്ടാണ് മാറി നിന്ന് കൊടുത്തു. ഭഗവാനെയും കൊണ്ട് വസുദേവര് നേരെ ഗോകുലത്തിലെത്തി. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട് യശോദയ്ക്ക്. ജനിപ്പിച്ച അമ്മയ്ക്ക് പോലും അറിയില്ല ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിഞ്ഞില്ല. ഈ കൃഷ്ണനെ അവിടെ വെച്ചതിന് ശേഷം അവിടെ ഇരുന്ന ആ കുട്ടിയെ, അവിടെ ഉണ്ടായ ആ കുട്ടിയെയും കൊണ്ട് വസുദേവര് നേരെ എവിടേക്ക് പോന്നു? മധുരയിലേക്ക്. നേരത്തെ ഇരുന്ന ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോന്നു എന്നാണ് കഥ. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ അവതാരമാണ് നമ്മളിതാ ഇപ്പം അവിടെ പറഞ്ഞത്. ഭഗവാന്റെ അവതാരം അതിവിശിഷ്ടമായ അവതാരമാണ്. കൃഷ്ണാവതാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായ പൂർണ്ണ പുണ്യാവതാരം, പരിപൂർണമായ അവതാരമാണ് ഭഗവാന്റെ അവതാരം. ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് എത്രയോ അവതാരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, പല അവതാരങ്ങളൊന്നല്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ആരാണ്? അവതാരങ്ങൾ തന്നെയാണ്. എത്ര പറയാം, എല്ലാവരും ആരാ? അവതാരങ്ങൾ തന്നെയാണ്. നമുക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ചില മഹാത്മാക്കളെ നമ്മൾ ആരായി കാണുന്നത്? അവതാരവരിഷ്ഠന്മാരായിട്ട് കാണുന്നത്. അവതാരവരിഷ്ഠന്മാരായിട്ട് കാണുന്നത് കൊണ്ടാണ്. അടുത്ത പുസ്തകം നോക്കിയിരിക്കുന്ന, ഭാഗവതം നോക്കിയിരിക്കുന്ന വിലാസിനി എടുത്തി അവതാരം എന്ന് പറഞ്ഞാൽ വിശ്വാസമാവുമോ? വിശ്വാസമാവില്ല. അതുകൊണ്ടാണ്. വേണേ പോയി പറഞ്ഞു പോയിക്കോളൂ. ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ പോയി പറഞ്ഞു പോയിക്കോളൂ, എൻ്റെ വീട്ടിലൊരു കുട്ടി അവതരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LD ക്ലർക്ക് മേപ്പോട്ട് വെക്കും. അവതരിക്കൊന്നുമില്ല. അവിടെയൊക്കെ എന്തേ ഉള്ളൂ? ജനിക്കുക മാത്രമേ ഉള്ളൂ. അവതാരം എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ശരിക്കും വ്യത്യാസമൊന്നുമില്ല. നമ്മളും ശരിക്കും ആരാ? ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. എങ്കിലും ഈ അവതാരങ്ങളിൽ വെച്ച് എല്ലാ മഹിമകളും ചേർന്നതാരില്ല. ബ്രഹ്മത്തെ ശരിക്കും അറിഞ്ഞ ആ അവതാര പുരുഷൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എങ്ങനെയാ അവതാരം ആവുന്നത്? ഭഗവാൻ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. മുകളിൽ നിന്ന് കീഴ്പോട്ട് വരെയല്ല, ശരിക്കും എന്താ ഉണ്ടായത്? കീഴേന്ന് മുകളിലേക്ക് പോയതാ ഭഗവാൻ. അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടി കീഴോട്ട് വന്നതല്ല. ഒരാൾ കുന്നിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾ വിമാനത്തിൽ നിന്ന് താഴത്തേക്ക് ചാടി എന്നാ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല, അയാൾ താഴെ നിന്ന് മുകളിലേക്ക് പോയതാണ്. അതാണ് ഭഗവാൻ ഗീതയെ പറഞ്ഞത്, ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവചാർജുന. എനിക്കും നിനക്കും അനവധി ജന്മങ്ങൾ ഉണ്ടായി, പക്ഷേ നീ ഇതൊന്നും അറിയുന്നില്ല, ഞാൻ അതൊക്കെ അറിയുന്നു. എല്ലാം അറിഞ്ഞാൽ നമ്മളും ആരാവും? നമ്മളും ഈശ്വരനായി. മുക്തനായ മനുഷ്യനാണ് ഈശ്വരൻ. മുക്തനായ മനുഷ്യൻ ആരാ? ഈശ്വരൻ തന്നെയാണ്. ഞാനും ഈ പ്രപഞ്ചവും ഒന്നാണെന്ന് സാക്ഷാത്കരിച്ച മനുഷ്യനാരാ? ഈശ്വരൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ മഹിമ മുഴുവൻ തകന്നെ അവതാരം ഭഗവാൻ കൃഷ്ണാവതാരം. കൃഷ്ണാവതാരം തന്നെയാണ് പൂർണ്ണ പുണ്യാവതാരം. ഏറ്റവും പുണ്യമായ യോഗേശ്വരനായ കൃഷ്ണൻ എന്നാ എല്ലാവരും പറയുക. ഭഗവാന്റെ മഹത്വം എന്താണ്? തൻ്റെതായ ഒരു രീതിയിൽ ഭഗവാൻ ധർമ്മത്തെ രക്ഷിച്ചു. തൻ്റെതായ ഒരു മാർഗത്തിലൂടെ ഭഗവാൻ ധർമ്മത്തെ രക്ഷിച്ചു.
ഇതുവരെ മറ്റാരും ഈ രീതി അവലംബിച്ചിട്ടില്ല. ഓരോ കാര്യങ്ങളും അത് ധർമ്മത്തെ രക്ഷിക്കാനുണ്ടായത്. അവിടെ നരകാസുരന്റെ കൊട്ടാരത്തിൽ കിടന്ന എത്രയോ സ്ത്രീകളെ, അനാഥകളായി കിടന്ന സ്ത്രീകളെ ഭഗവാൻ തൻ്റെതായ ഒരു രീതിയിലൂടെ സനാഥകളാക്കി മാറ്റി. അതുമാത്രല്ല, ആ കാലത്തുണ്ടായ അനാചാരങ്ങളെ, അബദ്ധങ്ങളായ ധാരണകളെ മഹിമയാർന്ന ഉപദേശങ്ങളിലൂടെ ഭഗവാൻ എന്താക്കി തീർത്തു? അതിലൊക്കെ അടങ്ങിയ പൊരുകളുകളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇന്ദ്രയാഗം കേവലം ഒരു ചടങ്ങ് മാത്രമല്ല. ഈ യാഗങ്ങളും യജ്ഞങ്ങളും അതിലൂടെ മഹത്തായ ചില ഉദ്ദേശങ്ങളുണ്ട്, ചില ആശയങ്ങളുണ്ട് എന്ന് ഭഗവാൻ പഠിപ്പിച്ചു. അതിനുശേഷം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന വിവിധങ്ങളായ സമ്പ്രദായങ്ങളെ ചേർത്ത് കോർത്തും കൊണ്ട് മഹത്തായ ഒരു ഉപദേശമാക്കി, ഗീതയാക്കി ലോകത്തിന് നൽകി. ഭഗവാന്റെ മഹിമയാണിതൊക്കെ. ഭഗവാന്റെ ഗീതയല്ലേ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം, എല്ലാവരെയും സ്വാധീനിച്ചും കൊണ്ട് നിൽക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഗീതയാണ്. മഹാത്മാഗാന്ധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബാലഗംഗാധര തിലകൻ ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മഹത്തായ സ്വധർമ്മം നിർവഹിക്കാനായിട്ട് പറഞ്ഞ ഗീത ആരാ അതിൻ്റെ ആചാര്യൻ? ഭഗവാൻ തന്നെയാണ് ഗീതാചാര്യൻ. സ്വധർമ്മം നിർവഹിക്കാനായിട്ട് പറഞ്ഞ ഗീത. അവിടെ ഗീതയുടെ ലക്ഷ്യം എന്താ? ധർമ്മം അനുവർത്തിക്കൂ. നിങ്ങൾ ഏതവസ്ഥയിലാണോ നിൽക്കുന്നത്, നിങ്ങളുടെ ധർമ്മം എന്താണോ അത് ആചരിക്കൂ. അതിലൂടെ നിങ്ങൾക്ക് എവിടേക്ക് എത്താൻ കഴിയും? കർമ്മത്തിൻ്റെ അപ്പുറത്തേക്ക് ജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കും. മനസ്സ് പരിശുദ്ധമായി തീരും എന്ന ഉപദേശം കൊടുത്ത, കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, കർമ്മത്തെ എങ്ങനെ ചെയ്യാനെന്ന് പഠിപ്പിച്ച, അല്ലെ കർമ്മത്തിലൂടെ എങ്ങനെ അറിവിലേക്ക് എത്തണം, ജ്ഞാനതലത്തിലേക്ക് എത്തണം എന്ന് ഉപദേശിച്ച ആ ഗീത ആരാ ലോകത്തിന് കൊടുത്തത്? ഇതേ ഭഗവാനാണ്. ഇങ്ങനെയുള്ള കൃഷ്ണാവതാരം, ഭഗവാന്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല. എത്രയോ മഹാത്മാക്കൾ ഭഗവാന്റെ ആ മഹിമയെ പറഞ്ഞിട്ടുണ്ട്. എത്ര കവികളാ ഭഗവാന്റെ കൃഷ്ണന്റെ കഥകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും പാടിയത്. ഭാരതീയ സാഹിത്യത്തിന്റെ മുഴുവൻ അടിസ്ഥാനം, അല്ലെങ്കിൽ ഏത് മേഖലകളിലേക്ക് പോയാലും കലകളിലും സാഹിത്യത്തിലും ഒക്കെ കാണുന്നത് ആരുടെ കഥയാണ്? ഭഗവാന്റെ കഥയാണ്, കൃഷ്ണന്റെ കഥയാണ്. കഥകളിയിലാവട്ടെ, ഭരതനാട്യത്തിലാവട്ടെ, കഥകിലാവട്ടെ, ഒഡീസിയിലാവട്ടെ, ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രാരാ? കൃഷ്ണൻ തന്നെ. ഭഗവാന്റെ കഥകൾ അതിലൊക്കെ ഉള്ളത്. പിന്നെ ഭഗവാന്റെ ആ സമ്പ്രദായം വന്നതിന് ശേഷം, ശ്രീകൃഷ്ണൻ വന്നതിന് ശേഷമാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഒരു ഈശ്വരൻ തന്നെ ഉണ്ടായത്. അതിനു മുമ്പ് അവർക്കൊന്നും ഈശ്വരൻ തന്നെ ഉണ്ടായിരുന്നില്ല. ശിവൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും, ഇങ്ങനെയൊക്കെയുള്ള മഹത്തായ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക, അതും ഭഗവാന്റെ മഹത്വം. യുദ്ധത്തിൽ അവിടെ മുഴുവൻ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്യാതെ ആയുധം പോലും എടുക്കാതെ നിന്നു. അതുപോലെ തന്നെയാ ഭഗവാൻ ജീവിതത്തിലും ഉണ്ടായത്. എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിനോട് അതിനോടൊരു ബന്ധമുണ്ടോ? ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഒന്നിനോടൊരു ബന്ധമില്ലാതെ നിസ്സംഗനായും കൊണ്ട് കർമ്മം ചെയ്യാനുള്ള കഴിവ്, കരുത്ത്, അതാണ് ഭഗവാന്റെ വേറൊരു വൈശിഷ്ട്യം. മഹാഭാരതത്തിൽ കാണാം, അവിടെ ഗാന്ധാരി ഭഗവാനെ ശപിക്കുന്നുണ്ട്. യുദ്ധക്കളം കാണുന്ന സമയത്ത് ഗാന്ധാരി പറയാണ്, കണ്ടില്ലേ കൃഷ്ണ, ഇതാരാ നിനക്ക് മനസ്സിലായോ? ഇത് ദുര്യോധനൻ. മറ്റതാരാ നിനക്ക് മനസ്സിലായോ? ഇതാണ് അർജുനന്റെ മകനായ അഭിമന്യു. മനസ്സിലായില്ലേ? ചൊല്ലഴുവും അർജുനൻ തൻ്റെ തിരുമകൻ, വല്ലവീ വല്ലഭ നിന്റെ മരുമകൻ. നിന്റെ മരുമകനാണത്. കൊല്ലാതിരുന്നിതാവൂ നിനക്കേതുമേ, കൊല്ലിക്കയത്രേ നിനക്കൂ രസമെടോ. കൊല്ലിക്ക എന്നുള്ളതാ നിന്റെ രസം എന്നാ ആര് പറഞ്ഞത്? ഗാന്ധാരി ഭഗവാനോട് പറഞ്ഞത്. അവസാനം ഗാന്ധാരി എന്ത് പറഞ്ഞു? നീ പറഞ്ഞ നിന്റെ ഈ വംശവും നിന്റെ ഈ യാദവ വംശവും 30 വർഷം കഴിഞ്ഞാൽ നശിക്കുന്നു പറഞ്ഞ് ശപിച്ചു. ശപിച്ചപ്പോ ഭഗവാൻ എന്താ പറഞ്ഞത്? അമ്മ മേനടുത്ത് പോയിട്ട് മേയുക ഉണ്ടായതെന്നാ ഭഗവാൻ പറഞ്ഞത്. പുല്ല് മേച്ചയെടുത്ത് കൊണ്ടുപോയിട്ട് പശുവിനെ കെട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അമ്മ മേനടുത്ത് കൊണ്ടുപോയിട്ട് മേയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു കർമ്മം ഉണ്ടെങ്കിൽ, അങ്ങനെ അവർ ദുഷ്ടന്മാരായി ഉണ്ടെങ്കിൽ, യാദവന്മാർ കള്ളന്മാരായാൽ, അധർമ്മികളായാൽ അതിനെ ഫലം അവരനുഭവിക്കും, കിട്ടണം. ഇങ്ങനെ പറഞ്ഞും കൊണ്ട് ഉറക്ക ചിരിച്ചും കൊണ്ട് മുന്നോട്ടങ്ങോട്ട് പോയ ഭഗവാൻ ഒരിക്കലും ആ ഭഗവാൻ കരഞ്ഞിട്ടില്ല. ഒരവസരത്തിൽ പോലും ഭഗവാൻ കരഞ്ഞിട്ടില്ല. അതല്ലേ ഒരു കവി ചോദിച്ചത്, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ജനിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും ദുരിതങ്ങൾ ഉണ്ടായപ്പോഴും ഭഗവാന്റെ മുഖത്ത് എന്താണ്? പുഞ്ചിരി തന്നെയാണ്. ശാപം കിട്ടിയപ്പോഴും എന്താണ്? പുഞ്ചിരി തന്നെയാണ്. ഇങ്ങനെ അക്ഷോഭ്യനായും കൊണ്ടുള്ള യാതൊരു ചാഞ്ചല്യവുമില്ലാത്ത ആ ഉറച്ച മനസ്സോടുകൂടിയ ഭഗവാൻ കൃഷ്ണൻ, നിസ്സംഗതയുടെ പര്യായമായ കൃഷ്ണൻ. സംശയമൊന്നുമില്ല, ഭാരതീയ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ആ താത്വികമായ എല്ലാ ചിന്തയുടെയും എല്ലാ ആശയങ്ങളുടെയും പരിപൂർണമാണ് ഭഗവാൻ കൃഷ്ണൻ.
ഈ കൃഷ്ണനെ ആരാണോ വിചാരിക്കുന്നു, ആരാണോ മനസ്സിലാക്കുന്നു, അവർക്കും ആരാവാം? കരയാതെ ഈ ഭൂമി ജീവിക്കാം. അതല്ലേ വേണ്ടത്? കരയാതെ ജീവിക്കണം. കരയാതെ ജീവിക്കണേ ആരെ വിചാരിക്കണം? കൃഷ്ണനെ തന്നെ വിചാരിക്കണം. ദുരിതങ്ങളെപ്പോലും ഭഗവാൻ എന്താ ചെയ്തത്? തമാശയാക്കി മാറ്റാണ് ഉണ്ടായത്. ദുരിതമുണ്ടായി, ആ ദുരിതത്തെ പോലും ഭഗവാൻ എന്ത് ചെയ്തു? തമാശയാക്കി തീർത്തു. ഇങ്ങനെയുള്ള ധീരനായ ആ ഭഗവാൻ കൃഷ്ണൻ. ഭാരതത്തിന്റെ മഹത്വമായിട്ട് പലരും പറയുന്നുണ്ട്. എന്താ ഭാരതത്തിന്റെ മഹത്വം? എന്താ എല്ലാവരും പറഞ്ഞത്? ജനമി ജഹാംതി രഘുപതി, ജനമി ജഹാംതി സീത, ശ്രീകൃഷ്ണനെ ബജായി വംശി പുനീത് ഗീത. ഇവിടെയാണ് ശ്രീരാമന്റെ ജന്മം ഉണ്ടായത്. ഇവിടെയാണ് സീതാദേവിയുടെ ജന്മം. സീതാദേവിയുടെ ജന്മം കൊണ്ട് പവിത്രം ഈ ഭാരതമാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് എന്താ പറഞ്ഞത്? ശ്രീകൃഷ്ണന്റെ മഹത്തായ ആ ഗീതയാകുന്ന വേണുഗാനം കേട്ടത് ഈ ഭാരത മണ്ണിൽ നിന്നാണ്. ഇതാണ് ഭാരതത്തിന്റെ മഹത്വം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥ ആരാണോ വായിക്കുന്നു, ആരാണോ പഠിക്കുന്നു, ആരാണോ മനസ്സിലാക്കുന്നു, അവർക്ക് എല്ലാ തരത്തിലും എല്ലാ പ്രകാരത്തിലും നേട്ടങ്ങളെ ഉണ്ടാവൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നരേന്ദ്രൻ ഒരിക്കല് അവിടെ അധ്യാപകൻ ചോദിച്ചു, ഓരോ കുട്ടികളോടും ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്, എന്താ ആവാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു. അപ്പം നരേന്ദ്രൻ പറഞ്ഞു, വിവേകാനന്ദ സ്വാമികളൊന്നും ആയിട്ടില്ല, എനിക്ക് കുതിരക്കാരനാവാനാ ഇഷ്ടം എന്ന് പറഞ്ഞു. ഗുരുനാഥൻ വേഗം കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു. എന്ത് കാണിച്ചു കൊടുത്തു? പാർത്ഥസാരഥിയുടെ ചിത്രം കാണിച്ചു കൊടുത്തു. നീ ഇതുപോലുള്ള കുതിരക്കാരനാവണം കേട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായി, സംശയമൊന്നുമില്ല. അവർക്കൊക്കെ മാർഗദർശകൻ ആരാ? ഭഗവാൻ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. അദ്ദേഹത്തിനെ പോലെ തന്നെയായി തീർന്നു. കൃഷ്ണൻ എന്താണോ മുന്നോട്ട് വെച്ചത് അതേ ആശയം തന്നെ. നിങ്ങൾ ഗീതയിലേക്ക് മടങ്ങൂ എന്ന ആ ആശയവുമായിട്ട് ഭാരതത്തിന്റെ മഹത്വം അങ്ങ് അമേരിക്കയിൽ വരെ, അമേരിക്കയിലല്ല ആഗോളതലത്തിൽ മുഴുവൻ. ഇന്ന് ഇവിടെ പാശ്ചാത്യരും അല്ലെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവര് ഇവിടെ ഭാഗവതം കേൾക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ആരുടെ കാരണം കൊണ്ടാണ്? വിവേകാനന്ദ സ്വാമികളുടെ കാരണം കൊണ്ടാണ്. വിവേകാനന്ദ സ്വാമികൾക്ക് ഈ മാർഗം ആരാ ഉപദേശിച്ചു കൊടുത്തത്? ഭഗവാൻ കൃഷ്ണൻ തന്നെ. രാമകൃഷ്ണ പരമഹംസരിലൂടെ പറഞ്ഞു കൊടുത്തത് ആരാ? കൃഷ്ണൻ തന്നെ. രാമകൃഷ്ണ പരമഹംസർ ആരുടെ ആശയാ പറഞ്ഞത്? ഭഗവാന്റെ ആശയാ ഉപദേശിച്ചു കൊടുത്തത്. ഇങ്ങനെ നമ്മളെ സംസ്കാരത്തിന് മുഴുവൻ അടിസ്ഥാനമായ ആ സങ്കല്പങ്ങളെ മുഴുവൻ നമുക്കായി നൽകിയ, അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന്റെ വൈശിഷ്ട്യങ്ങളെ മുഴുവൻ നമുക്ക് പകർന്നു തന്ന ആ ഭഗവാനെ എന്താ പറയേണ്ടത്? ഈശ്വരനോ യോഗേശ്വരനോ എങ്ങനെയൊക്കെയാ വിശേഷിപ്പിക്കേണ്ടത് എന്ന് ആർക്കും അറിയില്ല. അങ്ങ് ആരാ ചോദിച്ചാൽ ആരല്ല എന്ന് പറയേണ്ടി വരും. എല്ലാമാണ്. ബാലോപി ശൈലോദ്ധരണേ നിമഗ്ന. ബാലനാണെങ്കിലും ശൈലോദ്ധരണേ നിമഗ്ന. ശൈലം പർവ്വതം തന്നെ പൊക്കിയിട്ടുണ്ട്. ധീരനാണെങ്കിലും ഗോപസ്ത്രീകൾക്കോ ചെറിയൊരു കുട്ടി. ഇങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ സപ്താഹത്തിലെ കൃഷ്ണാവതാരം ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിച്ചും കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.